അപ്പൊ ഇന്നലെ ജുമാ കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, പുറത്തൊക്കെ എവിടെയും പോകില്ല, എവിടെയും ഇറങ്ങാൻ വയ്യ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അയാളുടെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ തൊലിന്റെ നിറമൊക്കെ ഇങ്ങനെ മാറി വരിക. ഇപ്പൊ എൻ്റെ ചുണ്ടുമ്മയാണ്, ഇപ്പൊ മുഖത്തൊക്കെ ചെറിയ പുള്ളി വരാൻ തുടങ്ങി. ഇപ്പൊ കണ്ടോ കയ്യിന്റെ പുറത്ത് വന്ന് എൻ്റെ ഷർട്ടൊക്കെ അയച്ച ഉള്ളിലൊക്കെ ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ ഏതെങ്കിലും കല്യാണത്തിനോ നോമ്പറക്കലിനൊക്കെ ചെന്നാൽ ആൾക്കാർ ഇങ്ങനെ എന്താ പണക്ക് പറ്റിയത് എന്നിങ്ങനെ ചോദിക്കും. ഇതിങ്ങനെ വിശദീകരിച്ച് ഞാൻ ഇടങ്ങി. ഇപ്പൊ കാണുന്നവന് മനസ്സിലാവില്ല ഇപ്പൊ എൻ്റെ ദേഹത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പൊ എന്താ ഞാനതിന് ചെയ്യണത്? അപ്പൊ അത് ഞാനിപ്പോ എന്താ ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ എന്താ നിങ്ങളെ ജോലി എന്നൊക്കെ ചോദിച്ചപ്പോ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിന്റെ ബ്രദറാണ് അയാൾ. ഞാൻ ചോദിച്ചു വന്നപ്പോൾ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പോൾ ഞാൻ ഈ ഹൈദരാബാദ് പോവാണ് ഇതിന്റെ ചികിത്സക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിനൊക്കെ നിങ്ങൾ ഭയങ്കരമായ തീവ്രമായ മരുന്ന് കഴിച്ചാൽ എല്ലാ മരുന്നുകൾക്കും ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇതുകൊണ്ട് എന്താ പ്രശ്നം? നേരെ മറിച്ച് ഇതുപോലെ കിഡ്നിയോ ഹാർട്ടോ ഒക്കെ അടിച്ചു പോയാൽ അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? അപ്പൊ നിങ്ങൾ ഇതാണ്ട് ഉൾക്കൊണ്ടള്, ഒറ്റ പ്രശ്നമില്ല, ഇതാണ് ഉൾക്കൊണ്ടാ മതി. നമുക്കൊക്കെ വന്നാൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. അല്ലാഹു എല്ലാ പരീക്ഷ നമ്മളെ കാത്തു രക്ഷിക്കണം. നമുക്ക് പറഞ്ഞു കൊടുക്കണല്ലേ നമ്മൾ. അപ്പൊ എന്താണ് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കാര്യത്തിൽ ടെൻഷൻ ആവേണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മളുടെ പ്രവൃത്തി മൂലം നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളിൽ നമ്മൾ ടെൻഷൻ ആകണം. നമ്മൾ ലോൺ എടുത്ത് ആകെ കടത്തി കുടുങ്ങി, ബാങ്കിലത്തെ ഉദ്യോഗസ്ഥന്മാർ വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയാണ്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഇതിപ്പോ ഞാൻ തന്നെ ചെയ്തതാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അയാൾ ടെൻഷൻ അടിക്കണം. കാരണം നല്ലൊരു വീട്ടിൽ സമാധാനമായിട്ട് താമസിച്ചു പോകുമ്പോൾ വെറുതെ ആവശ്യമില്ലാതെ പോയിങ്ങാട്ട് പൈസ എടുത്ത് പലിശ കൊടുത്തുകാട്ട് ഇടങ്ങ്. ഞാൻ പറയും, ഈ തൊലിപ്പുറത്ത് വരുന്നതിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല. നിങ്ങൾക്ക് അതിനു വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഒരു മരുന്ന് പോലും കഴിച്ചിട്ട് വന്നതല്ല. പിന്നെന്താ? അപ്പൊ അത് അള്ളാഹു നിങ്ങളുടെ കിതാബിൽ എഴുതി വെച്ച് തീരുമാനിച്ച് നിങ്ങൾക്ക് തന്നതാണ്. അതെന്തിനാ തന്നത്? അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു എന്ത് ചെയ്യും? കഠിനമായ പരീക്ഷണങ്ങൾ കൊടുക്കും. ആ പരീക്ഷണങ്ങളെ താരതമ്യപ്പെടുത്തുന്നത് പരലോകത്തെ ശിക്ഷയുമായിട്ടാണ് അള്ളാഹു. അപ്പൊ എത്ര വലിയ പരീക്ഷണക്കാരത്! അതായത് പരലോകത്തെ ശിക്ഷ ഒഴിവാകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യുന്നറിയോ? അള്ളാഹു കഠിനമായ പരീക്ഷണങ്ങൾ കൊടുക്കും. എന്നിട്ട് വളരെ ശുദ്ധീകരിച്ച് ഒരു തെറ്റില്ലാതെ അണ്ട് മരിപ്പിച്ചിട്ട് അള്ളാഹിന്റെ അടുത്ത് കൊണ്ടുപോകും. അപ്പൊ ഞാൻ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ എത്ര വലിയ മാനക്കേടാണ് നരകത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ. റബ്ബന ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. റബ്ബന ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത. ഏറ്റവും വലിയ വേദന അപമാനത്തിനാണ്. ശരീരത്തിന്റെ വേദനകൾക്കല്ലല്ലോ ഏറ്റവും വലിയ അപമാനം. നരകത്തിൽ കിടക്കാറുള്ള മാനക്കേടാണ്, അപമാനമാണ്. അവിടെ പടച്ചോനെ, നീ ഒരുത്തനെ നരകത്തിലിട്ടാൽ അവനെ നീ അപമാനിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർ കാണുമ്പോൾ എല്ലാവരും വിഷമം. നരകം എത്ര അപമാനകരമാണ്. അതിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു സംഗതി കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാണ്. അതുകൊണ്ട് ഇതൊരു കടുത്ത പരീക്ഷണാണ്. ഇത് എനിക്ക് പരലോകത്ത് കണക്കില്ലാത്ത പ്രതിഫലം കിട്ടും. അപ്പൊ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കേണ്ടത്? നമ്മൾ എവിടെയെങ്കിലും സദസ്സ് ചെന്നാൽ ആരും എന്നോട് ഇത് ചോദിക്കുന്നു വിചാരിക്കണം. ഈ പരീക്ഷണത്തിന്റെ തീവ്രതയും തീഷ്ണതയും അനുഭവിച്ചിട്ട് അന്നേരത്ത് കൂലി വാങ്ങുക. അപ്പൊ അദ്ദേഹം ചോദിച്ചത് മൈലാഞ്ചിട്ടാലോ അല്ലെങ്കിൽ കളറ് ആക്കിയാലോ എന്നൊക്കെ ചോദിച്ചു. നമുക്കിപ്പോ അനുവദനീയമായ കളറൊക്കെ ആക്കണതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ഞാൻ കൂടെ ചോദിക്കണേ, നിങ്ങളത് ഉൾക്കൊണ്ട് നിങ്ങൾക്ക് അതൊരു പ്രശ്നേ ആവൂല. എന്നിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ ഈ അസുഖമുള്ള കുറേ ആൾക്കാരെ പേരുകൾ പറഞ്ഞു കൊടുത്തു. അവരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരുടെ അവരെ കൊടുത്തു, വലിയ വലിയ ആൾക്കാരുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് കുറച്ചൊക്കെ ഒരു സമാധാനമായി. അപ്പൊ എന്ത് പരിഹാരം എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുക എന്നുള്ളതല്ലേ പരിഹാരം. വേറെന്ത് പരിഹാരം ഉണ്ടോ? ഇപ്പൊ എല്ലാറ്റിനും പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് വന്ന എല്ലാ ഇടങ്ങേറും നീങ്ങി കിട്ടുന്നുള്ളതല്ല. ആ ഇടങ്ങേറുകളെ ചിലതിനൊക്കെ നമ്മൾ എന്താ പറയുക, ഉൾക്കൊള്ളുക. ഇത് അള്ളാഹു എല്ലാ കാര്യങ്ങളും നമ്മളൊക്കെ ജനിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചു. എന്നിട്ട് അള്ളാഹു അത് രേഖപ്പെടുത്തി. എന്നിട്ട് അത് എപ്പോൾ നടപ്പിലാക്കണമെന്ന് തീരുമാനിച്ച് അള്ളാഹുവിന്റെ മശീഅത്ത് അനുസരിച്ച് അത് എന്ത് ചെയ്തു? അള്ളാഹു അതിന്റെ സമയം കണ്ടു. എന്നിട്ട് അള്ളാഹു ഇത് നടപ്പിലാക്കി. അങ്ങനെ നമുക്ക് അസുഖം വരുന്നത്, അങ്ങനെ നമ്മുടെ കുട്ടികൾ മരിക്കുന്നത്, അങ്ങനെ നമ്മുടെ മരണത്തിന് ഡേറ്റ് തീരുമാനിക്കുക, എല്ലാം അങ്ങനെയാണ്. അപ്പൊ അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം അത് ഉൾക്കൊണ്ടോ എന്ന് എനിക്ക് തോന്നി. നമ്മൾ ചിലതൊക്കെ ഉൾക്കൊള്ളാൻ പറയാനേ പറ്റുള്ളൂ. ഞാൻ ഈ കാര്യത്തിൽ കുറച്ച് ഒരു ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയപ്പോൾ അവിടുത്തെ പരിപാടി ഇങ്ങനെ തുടങ്ങാൻ സമയത്ത് ഒരു വിദ്യാർത്ഥി ഇതേമാതിരി ഓടി വന്നു. ടോനോന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഒക്കെ കേട്ടിട്ട് ഞാൻ ഇപ്പൊ എന്താ അവരോട് മറുപടി അറിയാന്ന് ആലോചിച്ചു. അപ്പൊ ഞാനോട് പറഞ്ഞു, ഇത് ഉൾക്കൊള്ളു,
അവർ ഉൾക്കൊള്ളാനുള്ള വഴികളുള്ളത്. അപ്പൊ നമ്മൾ ദരിദ്രനാണോ, ആ ദാരിദ്ര്യത്തെ നമ്മൾ ഉൾക്കൊള്ളുക. നമുക്ക് ശക്തമായ ഷുഗർ ഉണ്ടോ, നമ്മൾ ആ ഷുഗറിനെ ഉൾക്കൊള്ളുക. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ദുരന്തങ്ങളുണ്ടോ, നമ്മളത് ഉൾക്കൊള്ളുക. ഇത് ഉൾക്കൊള്ളാത്തിടത്തോളം കാലം നമുക്കൊരു സമാധാനം കിട്ടൂല. സഹോദരങ്ങളെ, അതെങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്നറിയോ നിങ്ങൾക്ക്? ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല അല്ലദീന ദല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല. പ്രവർത്തിച്ച് നഷ്ടപ്പെട്ടവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇപ്പൊ സാധാരണ ഈ ആയത്ത് ഓതുമ്പോൾ നമ്മൾ പറയും ഈ തൗഹീദും ഈമാനും ഇത്തിബാ ഒന്നും ഇല്ലാതെ അമല് ചെയ്തിട്ട് അല്ല പറയാത്ത കുറെ കാര്യങ്ങൾ ദീനാന്ന് വിചാരിച്ച് ചെയ്യണുണ്ടല്ലോ ആൾക്കാർ. ഇപ്പൊ റമദാനക്ക് പിന്നെ ഒറ്റ രാവിലെ ലൈലത്തുൽ ഖദറിനേക്കാളും വലിയ ആഘോഷമാണ് ഏത്? പിന്നെ റമദാൻ 17 എന്താണ് ബദരീങ്ങളാണ്ട്. ആൾക്കാർ എന്തൊരു പരിപാടിയായിട്ട് റമദാനൊക്കെ അത്. ഓരോ പള്ളിക്ക് ചെന്ന് ആ പള്ളിക്ക് റമദാന്റെ 30 ദിവസത്തിൽ നടന്ന ഏറ്റവും വലിയ പരിപാടി ആ പരിപാടിക്കാരും. അപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ ശിർക്കായ എല്ലാ അമലും ബാത്തിലാക്കുന്ന നോറ്റ നോമ്പ് മുഴുവൻ പോകുന്ന ഒരു പരിപാടിയാണത്. അതിപ്പോ ആർക്കും പറഞ്ഞാൽ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ നമ്മള് ഇന്ന് നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് ഇറച്ചി വാങ്ങൂല. അപ്പൊ ആ ഇറച്ചി ഇപ്പൊ ഒരു കുട്ടിയെ അഥവാ എനിക്ക് ബീഫ് വേണ്ട, എനിക്ക് വാസന പറ്റില്ല, എന്നു തിന്നണ്ട, എനിക്കൊരു കോഴിമുട്ട പുഴുങ്ങി തരാന്ന് എന്തെങ്കിലും പറഞ്ഞില്ലേ നമ്മള്. എന്നാൽ റമദാൻ 17 കൊടുന്ന ബദരീങ്ങളെ ആണ്ടിന്റെ ഇറച്ചി കൊടുത്തിട്ട് ഒരു മകൻ പറയാണെന്ത്, മതി എനിക്ക് വേണ്ടിട്ട് പറഞ്ഞാൽ അത് ഇച്ചൊരു കഷ്ണം തിന്നണം, അതെനക്ക് വേണോ വേണ്ടെന്ന് വിചാരിച്ചില്ല, തിന്നന്നെ വേണം. അപ്പൊ എന്താ ഇന്നലെ കൊടുന്ന ഇറച്ചിനേക്കാളും ഇതിപ്പോ നിർബന്ധമായി തീറ്റേണ്ട കാര്യം. അത് തിന്നാല് എൻ്റെ പരീക്ഷയ്ക്ക് നല്ല ഉഷാർ കിട്ടും, അനക്ക് നല്ല ആരോഗ്യം കിട്ടും, എല്ലാ ഇടങ്ങേറുകളും നികുതി ബദരീങ്ങളുടെ ഒരു പോരിശ ഉള്ളതാണ്. അപ്പൊ നമ്മൾ വേണ്ടത് എന്താ വെച്ചാൽ എങ്ങനെയാണ് ഇത് കിട്ടുക? ഈ ഇറച്ചിമെന്ന് എങ്ങനെയത് കിട്ടുക? ആ ഇറച്ചി അള്ളാഹ്ക്ക് വേണ്ടി അർത്ഥമല്ല, അത് ബദരീങ്ങൾക്ക് വേണ്ടി അർത്ഥമാണ്. അതുകൊണ്ട് ബദരീങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. എങ്ങനെ ഇടപെടും? മരിച്ചുപോയ ആൾക്കാർ സ്വഹാബത്ത് എങ്ങനെ ഇടപെടും? അള്ള ഇടപെടുന്ന പോലെ ഇടപെടും. അതിനല്ലേ ശിർക്ക് പറയാം. അല്ല എങ്ങനെ ഇടപെടുക അതേപോലെ ഇടപെടും എന്ന് വിഷയം ശിർക്ക് പറയാം. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ഈ പ്രവർത്തിച്ചിട്ട് നഷ്ടപ്പെടുക എന്നുള്ളത്. അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിന് ശേഷം പറയണത് എന്താ അറിയോ? ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇ ഫഹബിതത് അഅ്മാലുഹും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ ذلك جزاؤهم بما كفروا واتخذوا آياتي ورسلي هزوا. അള്ളാഹുൽ വിശ്വസിക്കാത്ത ആൾക്കാര്, റസൂൽ വിശ്വസിക്കാത്ത ആൾക്കാര് എന്ന് പറഞ്ഞാൽ ഈ ദീൻ ഒന്നുമില്ലാത്ത ആൾക്കാർ, ഈ ദീനിനെ കുറിച്ച് ഒരു അറിവുമില്ലാത്ത ആൾക്കാർ, കടുത്ത നിഷേധികൾ, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വെറുതെ ആയി പോകുന്നതാണ്. അതിന്റെ അർത്ഥം എന്താ അറിയോ? ദീനും ഈമാനും വിശ്വാസവും ഇല്ലാത്ത എല്ലാ ആളുകൾക്കും വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാ വെച്ചാൽ സുഹൃത്തുക്കൾ, ഇവിടെ സഹിക്കണ കുറേ സംഗതികൾക്ക് നമുക്ക് പരലോകത്ത് കിട്ടണം, അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്, ഭയങ്കര നഷ്ടമാണ്. നമുക്ക് സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോ അപ്പുറത്തൊരു വലിയ സമ്പന്നന്റെ വീട് കാണും, അതിന്റെ അപ്പുറത്തൊരു ഓല മേഞ്ഞ ഒരു പാവപ്പെട്ടവന്റെ വീട് കാണും. എന്താ അതിന്റെ അവസ്ഥകൾ ആലോചിച്ചോക്ക് നിങ്ങള്. മറ്റവൻ ഇവിടെ അനുഭവിക്കാവുന്നതൊക്കെ അനുഭവിച്ചു, ഒരുത്തനൊന്നും കിട്ടിയില്ല. രണ്ടാളും ഒരു 70 കൊല്ലം ഇവിടെ ജീവിച്ച് മരിച്ചു പോയി. ഈ പാവപ്പെട്ടവനിത് മുഴുവൻ ആ മുതലാളിയോട് ജീവിച്ചത് കൊണ്ട് നഷ്ടേ അയക്കുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ മുതലാളിമാരൊക്കെ നാളെ പരലോകത്ത് നഷ്ടക്കാരാന്നല്ല. അബ്ദുറഹ്മാൻ അഫു റളിയല്ലാഹു അൻഹു പറഞ്ഞ് ഒന്നിങ്ങനെ കൂണ്ട് വേണം സ്വർഗത്തേക്ക് കയറാൻ, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവ പറഞ്ഞ് ഞാൻ ഏറ്റവും അധികം സ്വർഗത്തിൽ കണ്ടത് മിസ്കീന്മാരെയാണ്, പാവപ്പെട്ട ആൾക്കാരെയാണെന്ന് പറയും. അപ്പൊ അവർക്ക് വേഗമാണ് ഈ സ്വർഗം കിട്ടാനൊക്കെ. അപ്പൊ ഇവിടുത്തെ നഷ്ടങ്ങൾ അള്ളാഹു പരലോകത്ത് എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് തീർത്തു തരും. അപ്പൊ ഇവിടെയും കഷ്ടപ്പെട്ട് പരലോകം കിട്ടാത്ത ആൾക്കാരെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ അത് എത്ര വലിയ നഷ്ടമാണ്. അതാണ് ഏറ്റവും വലിയ നഷ്ടം. ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹമിയ. അവർ ദുനിയാവിൽ അധ്വാനിക്കാത്ത ആൾക്കാരല്ല, അധ്വാനിച്ച് ക്ഷീണിച്ച് കുഴങ്ങി ലോകം മുഴുവൻ ബിസിനസ് കൊണ്ട് കീഴടക്കി ടെൻഷൻ അടിച്ച് മരിച്ചു ചെന്നാൽ പരലോകത്തൊന്നുമില്ല. തസ്ലാ നാറൻ ഹമിയ, കത്തിച്ചൊലിക്കുന്ന നരകത്ത് കണ്ട് കേറുകയാണ്. കാരണം ഈമല്ല, വിശ്വാസമല്ല. ഇവിടുത്തെ ഒരു നഷ്ടവും പരലോകത്ത് എന്ത് ചെയ്യുന്നില്ല, നിവർത്തിച്ചു കൊടുക്കുന്നില്ല. അങ്ങനത്തെ അവസ്ഥ. അപ്പോ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് എന്തിനാ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഇഷ്ടംപോലെ സഹിക്കുന്നുണ്ട്.
നമ്മൾ ആരോടും പറയാതിരിക്കണം. ഭയങ്കരമായ വേദനകളാണ്. ചിലപ്പോ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പെട്ടെന്ന് നമ്മളെ ഭാര്യ മക്കളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മൂഡ് ഓഫ് ആവും. ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരും. അപ്പൊ നമുക്ക് ടെൻഷൻ ആവും, എന്തിനാ പോയി കരയണത്, എന്താ പ്രശ്നം? അപ്പൊ നമ്മൾ എന്താ പണക്ക് പ്രശ്നം എന്ന് ചോദിച്ചാൽ അതിലേറെ ശക്തമായി കരയും, ഒന്നോട്ട് പറയില്ല. അപ്പൊ എല്ലാവർക്കും സങ്കടങ്ങളുണ്ട്, എല്ലാവർക്കും വിഷമങ്ങളുണ്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. ഇതില്ലാത്ത ഒരാളുമില്ല. നമ്മളിതൊക്കെ സഹിച്ചാൽ നമുക്ക് അവിടെ കിട്ടും എന്ന വിശ്വാസമാണ്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാത്ത കൂലി കൊടുക്കുന്നത് നമ്മൾ ഈ സഹിക്കുന്നതിനാണെന്ന് അള്ളാഹ് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് സഹിക്കുക എന്നുള്ളതിന് വലിയ നേട്ടം അവിടെ ഉണ്ടാവും. അവിടെ ഇത് ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാരെങ്കിൽ നമ്മള് സത്യത്തിൽ ഈ ദുനിയാവിലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നഷ്ടപ്പെട്ടു പോകാതെ നാളെ പരലോകത്ത് തിരിച്ച് കിട്ടണമെന്നൊരു ബേജാർ നമുക്കുണ്ടോന്ന് ചോദിക്കാൻ. സ്വർഗം പടച്ചോനെ എനിക്ക് പോകാൻ പറ്റൂല, പോയാൽ എനിക്ക് മുതലാവൂല, എനിക്കത് കിട്ടണം, എനിക്ക് കിട്ടണം, എൻ്റെ കുടുംബത്തിന് കിട്ടണം, എൻ്റെ മക്കൾക്ക് കിട്ടണം, ഞങ്ങൾക്കത് കിട്ടണം എന്ന കണിശമായ ഒരാഗ്രഹവും വിശ്വാസവും നമുക്ക് വേണം. സുഹൃത്തുക്കൾ, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഖുർആനിൽ എളുപ്പമല്ല. അത് നല്ല ബുദ്ധിമുട്ടിയാലേ കിട്ടുള്ളൂ. ദുനിയാവിൽ ബുദ്ധിമുട്ടുന്നതിലേറെ നമ്മൾ ദീനിനു വേണ്ടി ബുദ്ധിമുട്ടണം. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം കഷ്ടപ്പാടും ദാരിദ്ര്യവും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം. എല്ലാവർക്കും അറിയാലോ. ഏറ്റവും വലിയ ഒരു പക്ഷെ മദീനത്തെ മിസ്കീന്മാരിൽ ഏറ്റവും വലിയൊരു മിസ്കീൻ എന്ന് പറയണമെങ്കിൽ ഒരു പക്ഷെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ദാരിദ്ര്യം. ഈ മലയിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ കല്ലുകൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ സൈഡ് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കണ മാരിലൊരു ഒരു സാധനം അരച്ചുമര് കെട്ടിയിട്ട് അതും അങ്ങനെ ഈത്തപ്പനന്റെ തടി വെച്ചിട്ട് അതിലിങ്ങനെ കൂന്ന് കയറിയിട്ടല്ലേ കടന്നുറങ്ങണത്. നീർന്ന് നിൽക്കാൻ പറ്റില്ലായിരുന്നു നബി സല്ലല്ലാഹു വീട്ടിന്റെ ഉള്ളിൽ നിന്നാണ്. നീർന്നിങ്ങനെ നിൽക്കാൻ പറ്റൂല. നീർന്ന് നിൽക്കണമെങ്കിൽ ഒരാളെ ഉയരമാണ്. ഒരു വീടാണ് ഇപ്പൊ അത്. അതിപ്പോ ഒരു ദിവസം 2 ദിവസം അല്ലല്ലോ, മരിക്കണത് വരെ അത്തരം ഒരു വീട്ടിൽ. പിന്നെ ഭക്ഷണം എന്താ, നമ്മളിങ്ങനെ ഓരോ നേരത്തിന് വക്തിന് ഭക്ഷണം ഉണ്ടാക്കുക, അങ്ങനെ ഉണ്ടാക്കട്ടോ. രാവിലത്തെ നാസ്ത, ഉച്ചക്കത്തെ ഭക്ഷണം, അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞു കേട്ടിട്ട് പോലും ഇല്ല. എന്ന് നിങ്ങൾ കേട്ടണോ? ഈ ദാരിദ്ര്യത്തെ കുറിച്ച് പരാതിപ്പെടുന്ന വല്ല കഥകളും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാരിദ്ര്യത്തെ കുറിച്ച് പറയുന്ന വല്ല കഥകളും, അതൊന്നും ഒരു വിഷയമായിട്ട് ഒരാരും എടുത്തിട്ടേ ഇല്ല. പക്ഷെ ഓലൊക്കെ അനുഭവിച്ച കഷ്ടപ്പാട് എന്താ അറിയും? മക്കത്ത് താമസിക്കാൻ പറ്റിയില്ല. മലഞ്ചെരുവിൽ മാസങ്ങളോളം കിടന്നുറങ്ങേണ്ടി വന്നു. സ്വന്തം കുടുംബങ്ങളും നാട്ടുകാരും തങ്ങൾക്കെതിരായി. എല്ലാവരാലും ബഹിഷ്കരിക്കപ്പെട്ട് ഒറ്റപ്പെട്ടു പോയി. നാട് വിട്ടു പോകേണ്ടി വന്നു. ആ കഥകളല്ലേ ഓല് പറയണത്? നമുക്ക് എന്തെങ്കിലും കഥ പറയാനുണ്ടോ? അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ, തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ, ഈ പള്ളിയിലേക്ക് ജുമാക്ക് വന്നതിന്റെ പേരിൽ നമ്മൾ അനുഭവിക്കേണ്ടി വന്ന എന്തെങ്കിലും വീട് ഒഴിവാക്കി പോണ്ടി വന്നു. നമ്മൾ അവിടുന്ന് വീട് ഒഴിവാക്കി പോണ്ടി വന്നു. നമ്മൾ അയൽവക്കക്കാരെ നമ്മൾ തെറ്റു. എന്നാൽ സുഹൃത്തുക്കളെ, അങ്ങനത്തെ കഥകൾ ഇപ്പൊ കേൾക്കുന്നുണ്ട്. ധാരാളം സഹോദരിമാരെന്താ വെച്ചാൽ നമ്മുടെ ഈ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും പീസ് റേഡിയോയിൽ വരുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അവരൊക്കെ തൗഹീദക്ക് വരികയാണ്. അവർ തൗഹീദക്ക് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ആയിരക്കണക്കിന് വീടുള്ള മഹല്ലുകളിൽ ഈ ഫോണെന്ന് ഇത് കേട്ടുകാട്ട് തൗഹീദക്ക് ഒരാൾ വരികയാണ്. അത് ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ. എന്തായിരിക്കും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ ആലോചിക്കണം. അവർ പറയുന്ന സങ്കടങ്ങൾ നമ്മൾ കേൾക്കണം. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പ്രശ്നം എൻ്റെ വീട്ടിലില്ല. എൻ്റെ ഭർത്താവ് അത്രയും എന്നെ നോക്കും, അത്രയും നല്ല ആൾക്കാരാണ്. പക്ഷെ ഞാനിപ്പോൾ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം റമദാനിക്ക് നമ്മളെ കുടുംബത്തിൽ ഒരു മൗലൂദ് ഉണ്ടായി. ഞാനതിന് പോയില്ല. ഞാനതിന് പോകാത്തത് ഇവിടെ ഉണ്ട് വിഷയമായി. ഇവിടെ ഭയങ്കര ചർച്ചയായി. ഇന്ന് എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനമായി. ഞാൻ ഒറ്റക്ക് നിന്ന് എന്താ ചെയ്യാത്ത സുഹൃത്തുക്കളെ? കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദീനിനു വേണ്ടി സഹിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അങ്ങനത്തെ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നോർത്ത് തൽക്കാലം നമ്മളൊക്കെ എൻ്റെ കൂടെ നിന്ന് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യണം. അത് നമ്മൾ ആലോചിക്കണേ. ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളുമാണ് നമുക്ക് നാളെ സ്വർഗം വാങ്ങിത്തരും. അപ്പൊ അത് വെറുതെ കിട്ടൂല. നമ്മൾ സ്വർഗത്തിന് വേണ്ടി നമ്മൾ നമ്മുടേതായ അധ്വാനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ കുടുംബവും നമ്മളെല്ലാവരും ഒന്നിച്ചതിലേക്ക് വേണം. അതിന് ഏറ്റവും പ്രധാനം എന്താണെന്ന് നിങ്ങൾ, ഒന്നാമത്തെ കാര്യം, നമുക്കിതൊക്കെ ഉറച്ചൊരു വിശ്വാസം നമുക്ക് വരും. ഈമാൻ. മൻ ലഖിയ അല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅൻ ദഖലൽ ജന്ന. സ്വർഗം ഉറപ്പാക്കണോ? ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടുന്ന ഉറപ്പാക്കാൻ പറ്റില്ല. നമുക്ക് മനസ്സിലായില്ലേ? ഉറപ്പാകുക, ശിർക്ക് ഇല്ല എന്ന്
ഉറപ്പായാലേ സ്വർഗം ഉറപ്പാവുള്ളൂ. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ഷിർക്കോടുകൂടെ അല്ലെങ്കിൽ സ്വർഗം ഉറപ്പ്. അപ്പോ ഷിർക്ക് എന്നുള്ള ഒരു തെറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി ഇസ്ലാമിൽ എന്തെല്ലാം നന്മകളുണ്ടോ അത് മുഴുവൻ ചെയ്തിട്ടുണ്ട്. വിചാരിച്ചു നിങ്ങൾ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ. ആരെങ്കിലും ഷിർക്ക് ചെയ്താൽ അവന് സ്വർഗം നിഷിദ്ധം. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ തകരാറ് സംഭവിച്ച ഒരുത്തിന് സ്വർഗം ഉൾക്കൊള്ളൂല. സ്വർഗത്തിൽ അങ്ങനത്തെ ഒരാൾക്ക് നിൽക്കാൻ കഴിയൂല. നീ അങ്ങനെയുള്ള ഒരു ഈമാനുള്ള ഒരാൾ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ, ഓൻ നരകത്തിൽ പോയാലും നരകത്തിൽ നിന്ന് അവൻ സ്വർഗത്തിലേക്ക് വരും ഒരു നാൾ. കാരണം ഈമാനുള്ള ഒരുത്തൻ നരകത്തിൽ അവന്റെ തെറ്റുകൾ കഴിഞ്ഞാലെങ്കിലും സ്വർഗത്തേക്ക് വരും, അത്ര ഉറപ്പാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ, അത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ള കാര്യം. കാരണം നമ്മൾ ജീവിക്കുന്ന ഇങ്ങനത്തെ ചുറ്റുപാടിലാകണമുകൊണ്ട് ഷിർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ മക്കളെല്ലാവരും ഡോക്ടർമാരാണ്. അപ്പൊ എൻ്റെ ഒരു മോളുണ്ട്, ഓക്കെ 27 വയസ്സായി. 27 വയസ്സ്. അപ്പൊ 27 വയസ്സായി. 22ാമത്തെ വയസ്സ് മുതൽ ഞാൻ അവൾക്ക് വിവാഹങ്ങൾ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നല്ല നല്ല വിവാഹങ്ങൾ. ഒരു MDS ഡോക്ടർ വന്നു, അതേപോലെ ഒരു കോളേജ് അധ്യാപകൻ വന്നു, പലരും വന്നു, ഒക്കെ നല്ല നല്ല ബന്ധങ്ങൾ. പക്ഷെ വിവാഹം അങ്ങനെ നടക്കാനാകുമ്പോൾ അവൾ പറയും, എനിക്ക് വേണ്ട, എനിക്ക് പറ്റൂലപ്പ. അപ്പൊ ഞങ്ങൾ കുറെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകും. ഇപ്പൊ അവസാനം ഇപ്പൊ എന്താ വെച്ചാൽ കോഴിക്കോടത്തെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് സൈക്കാട്രിക് ട്രീറ്റ്മെന്റിലുള്ള ഗുളിക അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഓളിപ്പോ കോഴ്സൊക്കെ കഴിഞ്ഞു ഡോക്ടറായി. അപ്പൊ ഓൾക്ക് എന്താണ് വിവാഹം നടക്കാത്തത്? അപ്പൊ ഞങ്ങൾ ഭയങ്കര തൗഹീദുള്ള ആൾക്കാരാണ്, ഭയങ്കര വിശ്വാസമുള്ള ആൾക്കാരാണ്. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് എനിക്ക് പരിചയപ്പെടുത്തുന്ന ആളും പറഞ്ഞു, നിങ്ങൾ അയാൾ വിളിച്ച ഫോൺ എടുക്കണം, അയാൾ ഞങ്ങൾ ഈ പള്ളിൻ്റെ എല്ലാ കാര്യം ഞങ്ങൾക്ക് ചെയ്തിരുന്ന ആളാണ്, എന്തിനു ചോദിച്ചാലും അയാൾ പൈസ തരും, പള്ളിയിട്ട് നല്ല സഹകരണമുള്ള ആളാണ്, അതുകൊണ്ട് അയാളെ വിഷമങ്ങളൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഫോൺ എടുത്തത്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞോര്, ഞാനിപ്പോൾ നിങ്ങളെ വിളിക്കണത്, നിങ്ങളിപ്പോൾ ഒരു കൗൺസിലിങ്ങിനോ ഒന്നും നിങ്ങൾക്ക് നേരം കിട്ടൂല, പക്ഷെ ഇതൊരു സംശയത്തിനാണ് ഞങ്ങൾ വിളിക്കണത്. ഇപ്പൊ എന്താ സംശയം എന്ന് വെച്ചു, അല്ലേ, ഈ നമ്മളിപ്പോ ഇവരെല്ലാവരും പറയണത് അതെന്തോ ഒരു പൈശാചികതയാണ്. അപ്പൊ അവിടെ എവിടെ 1-2 സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ജാറൊന്നൊക്കെ ഉണ്ട്, അവിടെ ഒന്ന് പോയി നോക്കിയാൽ ഇത് നീങ്ങും. നിങ്ങളത് പോയില്ലെങ്കിൽ എന്താ നിങ്ങൾ, ഈ മോള് ഈ ഇരുത്തവിടെ എങ്ങനെ ഇരിക്കും, അത് വേറെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും അതിന് പരിഹാരമില്ലാന്ന്. ഞാനിത് പറയുമ്പോൾ കൂടെ ചോദിക്കാണ്, അങ്ങനെ ഇപ്പൊ നമ്മളെ വീട്ടിൽ മോള് ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പിടിച്ചു നിൽക്കും? അപ്പൊ അദ്ദേഹം എന്നോട് ചോദിക്കണം, ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടില്ല, പക്ഷെ അതാണെങ്കിൽ പോകാതെ വല്ല പരിഹാരം ഉണ്ടോ എന്ന് അറിയാനാ വിളിച്ചത്. പോകാൻ എന്തായാലും പറ്റില്ല എന്ന് എനിക്കറിയാം, മനസ്സിലെ അവിടെ പോകാനോ അവിടെ നേലസ് വാങ്ങി കെട്ടാനോ ഒന്നും എനിക്ക് പറ്റൂല എന്നറിയാം. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് എൻ്റെ മറുപടി വിശദീകരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ അങ്ങോട്ട് പറഞ്ഞത്, എന്ത് പരീക്ഷണങ്ങൾ വന്നാലും അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅതൈത്, അല്ലാഹു നീ തന്നത് തടുക്കാൻ ഒരാളുമില്ല, നീ തരാത്തത് വാങ്ങിത്തരാൻ ഒരാളുമില്ല. അതെന്താണ് ആ വിശ്വാസം? നോക്കുങ്ങള്, പടച്ചോൻ ഒരു കാര്യം ഞമ്മക്ക് തരണ്ടാന്ന് തീരുമാനിച്ചു, പിന്നെ അത് വാങ്ങിത്തരണമെങ്കിൽ എന്ത് വേണം? അള്ളാന്റെ അപ്പുറത്തേക്ക് ഒരാൾ വേണ്ടേ? പിന്നെന്താ നമ്മളെ വിശ്വാസത്തിന്റെ കഥ? അപ്പൊ അള്ളാഹുവോട് ചോദിക്കുക, നമുക്ക് ചെയ്യാനുള്ള ചികിത്സ കാര്യങ്ങൾ ചെയ്യാം എന്നോർത്ത് നിൽക്കാൻ പറ്റണം. എവിടെയാണ് യഥാർത്ഥത്തിൽ ഈ വിശ്വാസത്തിന്റെ മർമ്മം ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടാവും, എങ്ങനെയാണ് ഇപ്പൊ ഇതിങ്ങനെ മനസ്സിലാക്കാൻ? അതുകൊണ്ട് ഞാൻ അതൊന്ന് പറയാനുള്ളൂ. നമ്മളിപ്പോ നിസ്കരിക്കുമ്പോൾ പറയും, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. ശരിക്കും അള്ളാഹിനോട് സഹായം ചോദിക്കുക എന്നുള്ളതും അള്ളാഹിന്റെ ഇബാദത്തിൽപ്പെട്ടതാണ്. ഇബാദത്ത് പൊതുവായി പറഞ്ഞിട്ട് പിന്നെ ഇതും കൂടിയും അള്ളാഹു പറഞ്ഞതാണ്. അപ്പോ അള്ളാഹിനോട് മാത്രം സഹായം ചോദിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ തൗഹീദിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം. അള്ളാഹിനോട് മാത്രം സഹായം ചോദിക്കുക. അപ്പൊ നമ്മൾക്ക് സ്വാഭാവികമായും നമ്മൾ അയൽവക്കക്കാരോട് ചോദിക്കണില്ലേ, ഓട്ടോറിക്ഷ വിളിക്കണില്ലേ, തെങ്ങുമ്മ കയറാൻ ആളെ വിളിക്കണില്ലേ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ വരും. അവിടെ അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട സഹായവും മറ്റു സഹായവും വേർതിരിച്ച് മനസ്സിലാക്കാത്തിടത്തോളം കാലം നമുക്ക് തൗഹീദും ശിർക്കും മനസ്സിലാവില്ല, ഒരിക്കലും മനസ്സിലാവില്ല. അത് വേർതിരിച്ച് മനസ്സിലാകുമ്പോൾ മാത്രമേ തൗഹീദും ശിർക്കും മനസ്സിലാവുള്ളൂ. ഇപ്പൊ വയനാട്ടിലേക്ക് പോവാണ്, കുട്ടികൾ മക്കളൊക്കെ നമ്മളെപ്പെട്ട്, അപ്പൊ എന്ത് ചെയ്തു, അവിടെ വയനാട് ചുരം കയറിനോടത്തൊരു ജാറുണ്ട്. അപ്പൊ മിക്കവാറും യാത്രക്കാരൊക്കെ എന്താ വെച്ചാൽ ഒക്കെ അധികവും ഈ മൈസൂർക്കും ഇവിടേക്കൊക്കെ പോണ ആൾക്കാരാണ് അവിടെ പോവുക. ഓലൊക്കെ എന്ത് ചെയ്യും, ഒരു 100 റുപ്യ 500 റുപ്യോ അല്ലെങ്കിൽ ഒരു 10 റുപ്യെങ്കിലും അവിടെ ഇട്ടിട്ടാ പോവുക. അത് ഇടാൻ ഓലെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ യാത്രയാണ്, പല അപകടങ്ങളും ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം,
ഈ ഒരു വണ്ടി അവിടുന്ന് തിരിച്ചു പോയി വരുന്നത് വരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുതേ. അതിന് മൂപ്പരെ ഒരു 500 ഉറുപ്പിക എടുത്ത് ഏൽപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഈ മരിച്ചു കിടക്കുന്ന ഈ ഷെയ്ഖ് എങ്ങനെയാണ് ഈ പോണ വണ്ടിക്കാരെ, ഫാമിലിയായിട്ട് പോണ ഈ കാറിനെ എങ്ങനെ സംരക്ഷിക്കും? അത് അള്ളാഹ് സംരക്ഷിക്കും പോലെ സംരക്ഷിക്കും അല്ലെ? എങ്ങനെ സംരക്ഷിക്കുക? ഖബറ് കടന്നുകൊണ്ട് മൂപ്പർ എങ്ങനെ സംരക്ഷിക്കും? അതാണ് അദൃശ്യമായ കഴിവ്, അഭൗതികമായ കഴിവ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മളെ രക്ഷിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. വേറെ ആർക്ക് പറ്റുന്നു വിശ്വസിച്ചാലും അവൾ വിശ്വസിച്ചാൽ മതി, ചോദിക്കൊന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്യും? അത് ശിർക്കാവും. അപ്പൊ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്, മലക്ക് നമ്മളെ സഹായിക്കണില്ലേ? അത് അദൃശ്യ സഹായമല്ലേ? മലക്കുകൾ സഹായിക്കുന്നത് അദൃശ്യ സഹായമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു മലക്ക് കേൾക്കും എന്ന് ഞാൻ വിശ്വസിച്ചാൽ ഞാൻ മുശ്രിക്കാവോ? ഞാനിപ്പം പറയണതൊക്കെ ഒരു മലക്ക് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചാൽ ഞാൻ ശിർക്ക് ചെയ്തവനാവില്ല. എന്നാൽ ബദരീങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചാലോ, മുഹിയദീശിക്ക് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചാൽ ഞാൻ ആരായി? അവർക്ക് ശിർക്കായി. കാരണം അത് അദൃശ്യമായ കേൾവിയാണ്. അവരെങ്ങനെ മരിച്ച ആൾക്കാർ കേൾക്കണമെങ്കിൽ അവർക്ക് വേണം അള്ളാഹുവിന്റെ കഴിവ് പോലുള്ള കഴിവ് വേണം, എന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ സത്യത്തിൽ അള്ളാഹുവോട് മാത്രം ചോദിക്കേണ്ട സഹായം ആരോട് നമ്മൾ ചോദിച്ചാലും അത് നമ്മുടെ വിശ്വാസത്തെ തകരാറാക്കും, നമ്മൾ നരകത്തിലാകും, തൗഹീദിന് വിരുദ്ധമാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ സുഹൃത്തുക്കളെ, ഒരു സാഹചര്യത്തിലും ഒരു ഏലസോ ഒരു ഉറുക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നിലക്കുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. എന്ത് പരീക്ഷണങ്ങൾ വന്നാലും നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ കുടുംബത്തിനോ അത് കൊടുക്കരുത്. ഈ കുട്ടികൾക്കൊക്കെ ചെന്നിട്ട് ജനിച്ച് വീഴുമ്പോൾ തന്നെ ചിലപ്പോൾ അപസ്മാരം ഉണ്ടാവും. അതൊന്നും നമുക്ക് കണ്ടിക്കാൻ പറ്റില്ല. കാരണം ഈ ജനിച്ച കുട്ടികൾക്ക്, പിറന്ന കുട്ടികൾക്ക്, അനങ്ങാതെ കിടക്കുന്ന കുട്ടി അപസ്മാരം വന്നിട്ട് കണ്ണു നെല്ലൊക്കെ എടുത്ത് കരയണ കണ്ടാൽ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റൂല. അപ്പൊ കണ്ടു നിൽക്കണ ആരും നമ്മളോട് എന്താ പറയാ, നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഒരു അതിൻ്റെ തങ്ങളുടെ ഒരു ഏലസ് വാങ്ങി കെട്ടിക്കോളി എന്ന് പറഞ്ഞാല് എന്താ അതിനിപ്പോ ഒരു 100 ഉറുപ്പിക ചെലവല്ലേ ഉള്ളൂ. അതുകൊണ്ട് മാറുകയാണെങ്കിൽ മാറിക്കോട്ടെ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ വിശ്വാസത്തിൽ അള്ളാഹുവിൽ നിന്ന് മാത്രം നമ്മൾ പ്രതീക്ഷിക്കേണ്ട, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യത്തിൽ നമ്മുടെ വിശ്വാസം ഉറച്ചിട്ടില്ല എന്ന് അതിൻ്റെ അർത്ഥം. ഒന്ന് നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കുക. നേരത്തെ രണ്ടാമത് നമ്മൾ പറഞ്ഞു, നമ്മുടെ സ്വർഗം ഈ ദുനിയാവിൽ സഹിക്കണ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും നാളെ പരലോകത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ് എന്ത് അറിയോ? നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ചെയ്യണം. ഇപ്പൊ ഇവിടെ നിസ്കാരത്തെ കുറിച്ച് ക്ലാസ് ഉണ്ടായിരുന്നു അടുത്ത ആഴ്ച. നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നിസ്കാരം നമ്മൾക്ക് എന്തായാലും നമ്മളതിന് ഒതുടുക്കണോ, സമയം കാണണോ, നിസ്കരിക്കണോ, സുഹൃത്തുക്കളെ അന്ന് സ്വീകരിക്കണ്ടേ? അന്ന് സ്വീകരിക്കണമെങ്കിൽ അതിന് രൂപത്തിൽ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഒരാൾ സുജൂദ് ചെയ്യാണ്, നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് നോക്കിയാൽ മതി. സുജൂദ് ചെയ്യുന്ന ഒരാളെ നോക്കിയാൽ മതി. സുജൂദ് ചെയ്യുമ്പോൾ 7 അവയവങ്ങൾ നിലത്ത് തട്ടുക എന്നുള്ളത് വാജിബാണ്. അതിൽ ഒന്ന് തട്ടിയില്ലെങ്കിൽ അയാളെ സുജൂദും അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തൂല. 7 എണ്ണം. ഈ നെറ്റിയും മൂക്കും ഒന്നായിട്ട് കൂട്ടുക. നെറ്റിയും മൂക്കും അങ്ങനെ ഒന്ന് തട്ടുമ്പോൾ മറ്റൊന്ന് തട്ടുന്ന. പിന്നെ 2 കൈപ്പടങ്ങളാണ്. അപ്പൊ എത്രയായി? 3 ആയില്ലേ. പിന്നെ 2 മുട്ടാണ്, 5 ആയില്ലേ. പിന്നെ ഏതാ 2? പിന്നെ ഏതാ 2 കാലിന്റെ അഗ്രം. നിങ്ങൾ നോക്കുകൊണ്ട് ഇവിടെ സുജൂദ് ചെയ്യുമ്പോൾ ആൾക്കാർ ചിലർ പൊന്തിച്ച് പിടിച്ചിട്ടുണ്ടാവും, ചിലർ തട്ടിനുണ്ടാവില്ല, ചിലർ ഇങ്ങനെ വളച്ചിട്ടുണ്ടാവും. അറിയാഞ്ഞിട്ടാണത്. നേരെ മറിച്ച് ആ സുജൂദ് പോകുമ്പോൾ പടച്ചോനെ ഇത് 7 എണ്ണം തട്ടിയാലല്ലേ ഇപ്പൊ ഈ സുജൂദ്. ഒരു സുജൂദിന് ഒരു ദറജുണ്ട്, ഒരു സുജൂദിന് ഒരു ദറജുണ്ട്, ഒരു പ്രതിഫലമുണ്ട്. മനസ്സിലായി? ഒരു സുജൂദ് നമ്മൾ ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു പ്രത്യേകമായൊരു പദവി ലഭിക്കും. അത് കിട്ടണമെങ്കിൽ എന്തുണ്ട്? ആ കാലിന്റെ അഗ്രങ്ങൾ തട്ടണം. അതൊരാളെ നമുക്ക് പറഞ്ഞു തരണം, അതൊരാൾ പറഞ്ഞു തന്നെങ്കിൽ അപ്പൊ നമുക്ക് സുജൂദ്ക്ക് പോകുമ്പോഴേക്കും ഓർമ്മ വരും, പടച്ചോനെ ഇത് തട്ടിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പൊ എല്ലാ കാര്യങ്ങളിലും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിന്തുടരണം. ഞാൻ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറയാൻ കേട്ടോ. നമ്മൾ സാധാരണ പോകുന്ന പള്ളികളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ശ്രദ്ധ ഉണ്ടോ? സഫിൽ ഇങ്ങനെ നിൽക്കുമ്പോ എങ്ങനെ നിൽക്കുക? 2 ആളടിയിൽ ഒരാൾക്കൂടി നിൽക്കണം. ഓലൊക്കെ മനസ്സെന്താ, ഇത്ര വലിയൊരു പള്ളിയിൽ എന്തിനപ്പം ഇങ്ങനെ ഇടങ്ങാറായി അടുത്ത് നിൽക്കണമെന്നാണ് മനസ്സോട് ആലോചിക്കുക. ഇന്ന തസ്വിയത്തെ സുഫൂഫ് മിൻ തമാമി സ്വലാ. നിസ്കാരം ശരിയാണെങ്കിൽ സഫ് ശരിയാകണം. നിസ്കരിക്കാൻ നിന്നിട്ട് പിന്നെ തിരിഞ്ഞു വന്നിട്ട് സഫ് ശരിയാക്കി കൊടുക്കുന്നത് കാണാൻ പറ്റും നമുക്ക്. അത്ര പ്രധാനമാണ്. ഈ പെണ്ണുങ്ങളൊക്കെ നിസ്കരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെന്നാൽ കാണും കുറെ ആൾക്കാർ ബാക്കിലൊക്കെ ഉണ്ടാവും, കുറെ ആൾക്കാർ മുന്നിലൊക്കെ ഉണ്ടാവും. ആദ്യത്തെ സഫിൽ 5 ആളൊക്കെ ഉണ്ടാവും, പിന്നെ സഫിൽ 10 ആളൊക്കെ ഉണ്ടാവും. ശരിക്കും എന്താ വെച്ചാൽ ആ ഒന്നാമത്തെ സഫിൽ ഒരാൾ ഇറങ്ങിയാൽ
അവിടെ എന്ത് ചെയ്യണം? കയറി നിൽക്കണം. ഇതൊരു സെഫിന്റെ നിസ്കാരത്തിന്റെ കാര്യം മാത്രമല്ല സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ എല്ലാറ്റിലും ഇത്തിബാഉർ റസൂൽ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പിൻപറ്റി മുന്നോട്ട് പോകണം. ഇപ്പൊ റസൂലുള്ള നമുക്ക് കാണിച്ചു തരാത്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്താണ്? ബിദ്അത്തായ കാര്യങ്ങളാണ്, ദീനിലില്ലാത്തതാണ്. അത് നമ്മൾ ചെയ്താൽ നരകാണ്, സ്വർഗത്തിൽ പോകൂല എന്ന് പറഞ്ഞ കാര്യമാണ്. കുല്ലു ബിദ്അത്തിൻ ദലാല വ കുല്ലു ദലാലത്തിൻ ഫിന്നാർ, നരകത്തേക്കാണ് പോവുക. അപ്പൊ ബിദ്അത്തുകൾ നമ്മൾക്ക് അറിയാം. ഈ വിശുദ്ധ ഖുർആൻ അല്ലാതെ വേറെ ഏതെങ്കിലും നമുക്ക് കൂലി കിട്ടാൻ വേണ്ടി ഓതാൻ പറ്റിയ ഏടുണ്ടോ? ഏതെങ്കിലും ഒരു ഏട് മുസ്ലിങ്ങൾ ഈ ഖുർആനുള്ള നമുക്ക് ഈ വിശുദ്ധ ഖുർആൻ ഓതിയാലേ നമുക്ക് അതിനെത്തിയുള്ളൂ. ഓരോ ഹറഫിനും കൂലി കിട്ടും. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ എത്രങ്ങാനും ഏടുകളാണ് ആൾക്കാർ ഓതുന്നത്. റമദാനിക്ക് വരെ ഖുർആൻ മാറ്റി വെച്ച ആൾക്കാർ ഓതുന്നുണ്ട്. അവർ നിനക്ക് കൂലി കിട്ടുന്നാണ് അവർ വിചാരിക്കണേ. കൂലി കിട്ടുമെന്ന് വിചാരിച്ചാൽ എന്താ നിങ്ങള് അതിനൊക്കെ പവിത്രത കൽപ്പിച്ചാൽ അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ബിദ്അത്ത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ സത്യത്തിൽ അത്തരം കാര്യങ്ങൾ നിന്നൊക്കെ നമ്മൾ വിട്ടു നിന്നെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ചൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് നാട്ടിലും കുടുംബങ്ങളിലൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ വിഷമങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, മരിച്ചോടത്തൊക്കെ ചെല്ലുമ്പോൾ പടച്ചോനെ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ അറിയങ്ങള്. ഞാനൊരു സ്ഥലത്ത് മരിച്ചോടത്ത് ചെന്നപ്പോ ഒരാള് ആ മയ്യത്ത് ഇങ്ങനെ ഇറക്കണ സമയത്ത് അയാള് എന്ത് ചെയ്തു, ആ ഒതുക്കുമ്പോൾ നിന്നിട്ട് അയാൾ പറയാണ്, ഇതിന്റെ വാപ്പന്റെ മയ്യത്താണ്. അപ്പൊ ഞാനാണ് ഈ മയ്യത്ത് കുളിപ്പിച്ചതും ശരിയാക്കിയതൊക്കെ. പിന്നെ എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന അതേ ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തോ ആളുകളോ ആരും മയ്യത്ത് ഇറക്കുമ്പോൾ അവിടെ പ്രത്യേകമായൊരു ദുആ, മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ദിക്റ്, അതേപോലെ തന്നെ മയ്യത്തിനെ കബറിൽ ഇറക്കി വെച്ചിട്ട് മയ്യത്തിന് എന്താണ് കബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കണം തലക്കീന്, ഇതൊന്നും എൻ്റെ വാപ്പക്കും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. അപ്പൊ മരിച്ച മയ്യത്തിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം, ദീനിൽ ഇല്ലാത്തൊരു കാര്യം ദയവ് ചെയ്ത് ഇവിടെ നിൽക്കുന്ന പണ്ഡിതന്മാരോ ആളുകളോ എൻ്റെ വാപ്പക്ക് ചെയ്യരുത്. ഇയാൾ പ്രസംഗിക്കാണ്, ഇയാൾ ആ ഒതുക്കുമ്പോൾ നിന്നിട്ട് പ്രസംഗിക്കാൻ. ഞാൻ പറഞ്ഞ ആ പ്രസംഗം കഴിഞ്ഞതോടുകൂടെ എന്താ വെച്ചാൽ ആരൊക്കെയോ എന്തൊക്കെയോ എന്തൊരു തീവ്രതയാണെന്ന് അറിയുന്നത്. നമ്മളമ്മാനെ സ്വർഗത്ത് കൊണ്ടുപോകാൻ ഇവർക്കൊക്കെ എന്തൊരു തീവ്രതയാണ്. എൻ്റെ ഈ മാനത്തുമംഗലം എന്ന സ്ഥലത്ത് എൻ്റെ സുഹൃത്തിന്റെ ഉമ്മ മരിച്ചിട്ട് അവർ കുളിപ്പിച്ച് പള്ളിക്ക് കൊണ്ടുപോയി. പള്ളിക്കൊക്കെ കൊണ്ടുപോയപ്പോ പള്ളിന്റെ വാതിലൊക്കെ നിന്നു കമ്മിറ്റിക്കാരും ഉസ്താദും മറ്റു പറഞ്ഞു കേറ്റാൻ പറ്റൂല. പള്ളിക്കൊക്കെ കേട്ടണമെങ്കിൽ ഈ മയ്യത്ത് തിരിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകണം. എന്നിട്ട് ഞങ്ങളെ ഉസ്താദ് വന്ന് ദുആഇരുന്ന് കേശമല്ലാതെ ആ മയ്യത്ത് പള്ളി കയറ്റൂല. ഞാനൊക്കെ പറഞ്ഞ് വിചാരിച്ച് ഓരൊക്കെ വലിയ ധീരന്മാരാന്ന് വിചാരിച്ച് ഓര് നേരെ മയ്യത്തെടുത്ത് വീട്ടിൽ തന്നെ പോയി. പള്ളിയിൽ വെച്ചപ്പോ ഞങ്ങളോടൊരു കളവ് പറയുന്ന നിങ്ങൾ വിശ്വസിക്കണില്ലല്ലോ. തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചോദിച്ചാൽ അവിടുന്ന് ഉസ്താദ് ദുആഇരുന്നിട്ട് ആ മയ്യത്ത് തിരിച്ച്. ആലോചിക്കും ഇവർക്കൊക്കെ വല്ല മനസ്സാക്ഷി ഉണ്ടോ? നമ്മളമ്മ മരിച്ചിട്ട് ആ മയ്യത്ത് പള്ളിക്കെന്ന് മടക്കി കൊണ്ടുവന്നാൽ അത് മറക്കുമോ? ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ മറക്കോ? ആ മയ്യത്ത് അതുപോലെ കൊണ്ടുപോയിട്ട് ഞാൻ ആ സംഭവങ്ങളൊന്നും അറിയണില്ല. ഞാൻ പറയും എന്തിനാ സുഹൃത്തുക്കൾ പോയി ഇവിടെ കുഴിച്ചിട്ട് കബറുണ്ട്, നിങ്ങളൊരു പൈസ തരണ്ട, നമ്മൾ സുന്ദരമായി നിസ്കരിച്ച് മറയും. ഇന്നാലും ആൾക്കാർക്ക് ധൈര്യമില്ല. ഇത് ഖബർസ്ഥാനുണ്ട്, ഖബറുണ്ട്, എന്നിട്ട് ധൈര്യമില്ല, എന്നിട്ടും ആൾക്കാർക്ക് ധൈര്യമില്ല. ഞാൻ പറഞ്ഞു ഇതൊന്നും നിങ്ങൾ ധിക്കരിക്കാനോ എതിരാക്കാനോ ഒന്നല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദീനിലില്ലാത്തതാണോ ചെയ്യില്ല, സംഭവിക്കണം എന്താ വെച്ചാൽ സംഭവിച്ചോണ്ടിരുന്നു. അതൊക്കെ പറയാനൊരു ധൈര്യം ഉണ്ടല്ലോ. ആ ധൈര്യം നമ്മൾ വെറുതെ ആളാകാനല്ല സുഹൃത്തുക്കൾ. ആ കണിശതയാണ് നമ്മളെ മുസ്ലിം ആക്കുന്നത്. നമ്മളെ ദീൻ അതാണ്, ആ കൃത്യത, ആ കണിശത, വിട്ടുവീഴ്ചല്ലാതെ. നമ്മൾ ആ സന്ദർഭത്തിനനുസരിച്ചുള്ള ഒരു നയമൊക്കെ വേണം. എന്നാൽ നമ്മുടെ ദീൻ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുള്ള കണിശത നമുക്ക് വേണം. ഇപ്പൊ തൗഹീദിന്റെ കാര്യത്തിൽ അത് വേണം, സുന്നത്തിന്റെ കാര്യത്തിൽ അത് വേണം. നമ്മുടെ ജീവിതത്തിൽ സഹോദരി സഹോദരന്മാരെയും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ നമുക്കുണ്ട്. അതനുസരിച്ചുള്ള ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ അങ്ങനെ നമ്മുടെ കുടുംബവും ഒക്കെ ദീനിയായിട്ട് പോകണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുള്ളൂ. ഞാൻ ഇന്നലെ ഒരു പണ്ഡിതന്റെ അനുഭവ വിശദീകരണം കേട്ടു. ഇപ്പൊ പഴയ കാലത്ത് പോലെയല്ല. എന്താ വെച്ചാൽ നമ്മൾ കുറെ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ കാണിലൊക്കെ കുറെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ആലിമീങ്ങളെ സൈറ്റിലും നമ്മൾ എത്തും. ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കൊക്കെ തുറക്കുമ്പോൾ അതിൽ പലതൊക്കെ വരും. നമ്മുടെ നാട്ടിലത്തെ മലയാളവും തമിഴും മാത്രമല്ല വരിക, എല്ലാ അറബിയും സാധനവും ഇപ്പൊ സുഖസുന്ദരമായിട്ട് ഇതിൽ കിട്ടും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം ഈ കഅബന്റെ മത്താഫിൽ നിൽക്കുകയാണ്. അപ്പൊ മത്താഫിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ
നിങ്ങൾക്ക് അവിടെ ഒരു മുൽത്തസം എന്ന് പറയും. കാബന്റെ വാതിലിന്റെ അടുക്കൽ മുൽത്തസമുണ്ട്. ആ മുൽത്തസമ്മ നിന്നിട്ട് പ്രാർത്ഥിച്ചാല് അള്ളാഹ് ചോദിച്ചത് തരുമെന്നാണ്. അപ്പൊ നിങ്ങള് ഉംറക്കൊക്കെ പോയാൽ കാണാൻ പറ്റും. ആ ഹജറുൽ അസ്വദിന്റെ തൊട്ടപ്പുറത്ത് ആ കാബന്റെ വാതിലിന്റെ അവിടേക്ക് ആൾക്കാർ ഇടിച്ച് കയറുന്ന കണ്ടിട്ടില്ല നിങ്ങള്? അപ്പൊ ഈ സെക്യൂരിറ്റിക്കാർ പിടിച്ച് നിർത്തുകയൊക്കെ ചെയ്യും. അതിപ്പോ അവിടെ ഒരാൾക്ക് കയറണമെങ്കിൽ സെക്യൂരിറ്റിക്കാരനെ അതിജീവിച്ചിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ, അല്ലാതെ പോകാൻ പറ്റൂല. അപ്പൊ അവിടുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അത് പോകേണ്ടി വരും. ഏതായാലും ഇയാൾ അവിടെ പോയി. അയാൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തരും. എനിക്കൊരു കുട്ടീനെ തരണേ എന്ന് പറഞ്ഞിട്ട് അയാൾ കരഞ്ഞു പ്രാർത്ഥിക്കണം. അപ്പൊ അത് ഈ ഷെയ്ഖ് കേൾക്കുന്നുണ്ട്. അങ്ങനെ അയാൾ പിന്നെ അവിടുന്ന് പോകുന്നു. പിന്നെ ഒരു 9 കൊല്ലം കഴിഞ്ഞിട്ട് അതേ മത്താഫില് നിൽക്കുന്ന സമയത്ത് വീണ്ടും ഒരു ശബ്ദം. അപ്പൊ നോക്കുമ്പോഴെന്താ അറിയും, ഇതേ മനുഷ്യൻ യാദൃച്ഛിക വെറുതെ അയാൾ എന്താ അയാൾ ദ്വാരക്കണമെന്ന് ആലോചിച്ച്. അപ്പൊ ദ്വാരക്കണം എന്താ അറിയോ, ഇന്റെ കുട്ടിനെ നീ നശിപ്പിച്ചു തരണേന്ന് അയാളുടെ ദ്വാരക്കണം. അപ്പോ ഇയാള് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല എന്തപ്പോ നിങ്ങളല്ലേ മുമ്പ് ഒരു 9 കൊല്ലം മുന്നേ ഇവിടെ വന്ന് ഒരു കുട്ടിനെ തരണേന്ന് പ്രാർത്ഥിച്ചത് നിങ്ങളല്ലേ? അതെ, എനിക്ക് കുട്ടിനെ കിട്ടി. ഇപ്പൊ ഞാൻ ഓനെ നശിപ്പിച്ചു തരണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എന്തിനാണ് നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് വെച്ചു. പറഞ്ഞു, ഓനെ കൊണ്ട് അത്രയും കുടുങ്ങിക്കണം. നാട്ടിലുള്ള എല്ലാ തോന്നിയാസം ഓൻ്റെ അടുത്തുണ്ട്. ഇനി ഓപ്പിടെ നിലനിന്നിട്ട് കാര്യമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് 2 പ്രാർത്ഥനയും തെറ്റുപറ്റി. 2 പ്രാർത്ഥനയിലും നിങ്ങൾക്ക് തെറ്റുപറ്റി. എനിക്കൊരു കുട്ടിനെ തരണേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയിൽ തെറ്റുപറ്റി. എന്തായാലും പറ്റിയ തെറ്റ്? എനിക്കൊരു സാലിഹായ സന്താനത്തെ തരണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചില്ല. അതാ നിങ്ങൾക്ക് പറ്റിയത്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒന്നിനെ എനിക്ക് തരണേ എന്നാണ്. എന്നാ പ്രാർത്ഥിക്കേണ്ടത്, അത് പ്രാർത്ഥിച്ചില്ല. രണ്ടാമത്തെ ദുആയിൽ വന്ന തെറ്റെന്താ? രണ്ടാമത്തെ ദുആയിൽ വന്ന തെറ്റെന്താണ്? രണ്ടാമത്തെ ദുആയിൽ വന്ന തെറ്റ് ഓനെ കൊന്നെറിഞ്ഞേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് ഓനെ ഹിദായത്തിലാക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ടത്. എന്നിട്ട് അയാളെ തിരിച്ച് പറഞ്ഞയച്ചിട്ട് എന്റെ മകനെ ഹിദായത്തിലാക്കണേ എന്ന് പ്രാർത്ഥിപ്പിച്ചു. പ്രാർത്ഥിച്ചിട്ട് അയാൾ മകനുമായി അടുത്ത വർഷം ഉംറക്ക് വന്നു. ഓ നന്നായി. ഞാൻ ഇതിങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങള്, നമ്മളെ കുട്ടികളും നമ്മളെ കുടുംബമൊക്കെ നന്നാകണം എന്ന് ശരിക്കും മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? അതിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറയാ, ഇപ്പൊ നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ പോരുകയാണല്ലേ, ഇന്ന് വന്നില്ലേ? അപ്പൊ നമ്മള് +2 പഠിക്കണ അല്ലെങ്കിൽ SSLC പഠിക്കണ കുട്ടികളുണ്ടാവും. അപ്പൊ നമ്മൾ ഓലൊക്കെ പുറപ്പിടിച്ച് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാൽ ഓലൊക്കെ മാറ്റി മഫ്തൊക്കെ ഇട്ട് വരണമെങ്കിൽ നേരം പിടിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്നോളി, ഞാൻ ഖുർആൻ ക്ലാസ് കഴിഞ്ഞപ്പോ വരും കേട്ടോ. നമ്മൾ മിക്കവാറും ചെയ്യുക അതെന്താ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ ഈ പറയുന്ന കാര്യം ഒരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിലേറെ ആ കുട്ടികൾക്ക് മനസ്സിലാവും. നമുക്ക് മനസ്സിലാകുന്നതിലേറെ എന്ത് ചെയ്യുന്ന ആ കുട്ടികൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരവസരം നമ്മൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളിത് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ്. അപ്പൊ അവർ നല്ലവരായി വരണം എന്നൊരാഗ്രഹം നമ്മുടെ സമക്ഷത്തോട് ഉണ്ടെങ്കിൽ നന്നാവുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിക്കുക, ഇപ്പൊ കഴിഞ്ഞൊരു പ്രാവശ്യം ഞാനൊരു പരിപാടിക്ക്, ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒരു പരിപാടിക്ക് പോയി. അവിടുന്ന് ഞാൻ ഫാമിലി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങണ സമയത്ത് ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവിനെയും കൂട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു സംശയം ചോദിക്കാണ്ട്. അപ്പൊ എന്താ വെച്ചാൽ, ഞങ്ങൾ കല്യാണം ഇപ്പം അടുത്ത് കഴിഞ്ഞതാണ്, ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് താമസമാണ്, ഇദ്ദേഹത്തിന് ഇവിടെ ജോലിയാണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം എന്താ വെച്ചു, ഞങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ ആ കുട്ടിനെ ഒരു കുട്ടിനെ എങ്ങനെയാണ് ദീനിയായിട്ട് വളർത്തേണ്ടത് വെച്ചു. ഒരു കുട്ടിനെ നമ്മൾ എങ്ങനെ ദീനിയായിട്ട് വളർത്തുക? അപ്പൊ ഞാൻ വെച്ചു, കുട്ടി ഉണ്ടോ ചോദിച്ചു. ഇല്ലാറ്. ഇവര് പ്രഗ്നന്റ് ആണ് ചോദിച്ചു. അല്ലാറ്. അപ്പൊ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസമായിട്ടുള്ളൂ. വെച്ച് ഇപ്പൊ തന്നെ നിങ്ങൾ എന്തെങ്ങനെ ചോദിക്കാന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഉണ്ടാകുക എന്ന് പറയുന്നേറെ പേടിയാണ്. ആ കുട്ടികൾ എന്താണ് നല്ല കുട്ടികളല്ലെങ്കിൽ എന്നുള്ളത്. അവിടെ തുടക്കം മുതൽ തന്നെ അവരെ ശ്രദ്ധിച്ചു പോകണം എന്നുള്ളതൊക്കെയാണ് ചോദിക്കണത്. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊക്കെ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അതൊക്കെ പാടെ പറഞ്ഞു തരണമെങ്കിൽ എത്ര നേരം വേണം? അപ്പൊ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടല്ലോ അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹമുള്ളൂ, നിങ്ങൾ നല്ലൊരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സ്വാഭാവികം. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു വഴിയൊക്കെ അള്ളാഹു ഉണ്ടാക്കി തരും എന്ന് പറയാനേ അവിടെ സമയമുള്ളൂ. അപ്പൊ ഞാൻ പറയണെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നല്ല പരിശ്രമിച്ചാലേ നമ്മളെ കുട്ടികൾ എന്തിയുള്ളവരെങ്കിൽ ഇന്നത്തെ കാലത്ത് ദീനിയായിട്ട് വരുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കുട്ടിന് ഇന്നത്തെ കാലത്ത്, പണ്ടൊക്കെ ഒരു കുട്ടി ഒരു കുരുത്തത്തിന് നന്നായി വരും, ഇനി ഒരു കുട്ടിയും കുരുത്തത്തിന് നന്നാവില്ല. അങ്ങനെ ഒരു കുട്ടിക്ക് നന്നാവില്ല. കാരണം അതിന് മാത്രം മോശമാണ് നമ്മുടെ സ്കൂളുകളും കോളേജുകളും ക്യാമ്പസുകളും അങ്ങാടികളും നമ്മുടെ ഫോണും ചുറ്റുപാടും അത്ര മോശമാണ്.
അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നന്നാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പറയണേ, ഞാൻ 5 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സിന്റെ മുമ്പ് ആ കുട്ടി എന്താണോ ഭാവിയിലായി തീരേണ്ടത് അതിന്റെ മുഴുവനും അടിസ്ഥാനം ആ കുട്ടിക്ക് കിട്ടണം. അത് നമ്മൾ ശീലിപ്പിക്കാന്നായിട്ട് പറയും, ശീലിപ്പിക്കാം. ഇപ്പൊ നിങ്ങൾ കണ്ടില്ല, ഈ പള്ളിക്കൊക്കെ നമ്മൾ വരുമ്പോ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടുന്നതാണ്. കുട്ടികൾ ഭയങ്കര ഒച്ച ശബ്ദം ഒക്കെ. തറാവീഹിന് വരുമ്പോ ചില പള്ളിക്ക് നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല. സ്ത്രീകളൊക്കെ പറയും, എങ്ങനെ പള്ളിക്കൊക്കെ വന്നിട്ട് കാര്യം, ഈ കുട്ടികളെ 2-3 കുട്ടികളെ ഒന്നിച്ച് ചേർന്നാൽ പിന്നെ പറയും വേണ്ട, ഒപ്പം കൂടിയാൽ പള്ളി മുഴുവൻ ഓൾക്ക് ഓട്ടം നിൽക്കണം. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന വെച്ചാൽ ചില കുട്ടികളാണ് വാപ്പാരത്തും മരത്തും ഇങ്ങനെ നമ്മൾ സെഫിൽ നിൽക്കണമാതിരി നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആ നൃത്തം അങ്ങനെ നിൽക്കും. ചിലപ്പോൾ ഉറങ്ങും, ഉറങ്ങുകയാണെങ്കിൽ ഓരോ അവിടെ തന്നെ കിടന്ന് അങ്ങനെ ഉറങ്ങും. അവിടുന്ന് എങ്ങോട്ട് പോവില്ല. ഇനി പോവുകയാണെങ്കിലോ ഞാനൊന്ന് മൂത്രമൊഴിച്ചെടുപ്പാണ് ചോദിക്കും, പോയിട്ട് അതേമാതിരി ആ സെഫിൽ വന്ന് നിൽക്കും. അതേ പ്രായമുള്ള കുട്ടിയാണ് അപ്പുറത്ത് ഉമ്മി വാപ്പി പൊട്ടിച്ചാ നിൽക്കാത്ത ഓട്ടേക്കാണ്. അപ്പൊ നമ്മൾ പറയാൻ എന്താ വെച്ചാൽ അത് ചില കുട്ടികൾ അങ്ങനെയാണ്, ചില കുട്ടികൾ എങ്ങനെയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവർക്കുണ്ടല്ലോ 4 കുട്ടികൾ, എങ്ങനെ 4 കുട്ടികളും അങ്ങനെ ആയത്? ഇത്ര കുട്ടി നമ്മുടെ കുട്ടീന്റെ മാതിരി ആയിക്കൂടെ അല്ലെ? 4 കുട്ടികളുണ്ടാകുമ്പോൾ ഒരു കുട്ടി നമ്മുടെ കുട്ടീന്റെ മാതിരി ആയിക്കൂടെ? അതൊന്നല്ല സഹോദരങ്ങളെ. അത് ചില കുട്ടികൾ എന്ന് പറഞ്ഞാണല്ലോ, നിങ്ങൾ 7 വയസ്സിന് മുമ്പ് നിങ്ങൾ എന്ത് പഠിപ്പിച്ചാലും കുട്ടികൾ പഠിക്കും. ഞാൻ ഇപ്രാവശ്യം ഒരു അൽഫിത്തറിന്റെ പരിപാടിക്ക് വേണ്ടി പോയപ്പോൾ അവിടുന്ന് ഒരു കുട്ടി, ചെറിയ കുട്ടി, 5 വയസ്സുള്ളൊരു കുട്ടിയാണ് ഇംഗ്ലീഷിൽ സ്വാഗതം പറഞ്ഞത്. ഞാനൊരു കോളേജ് പഠിപ്പിക്കുന്ന ആളാണ്. ഞങ്ങൾക്കിപ്പോൾ അവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ കാര്യങ്ങളുണ്ട്. മിക്കവാറും ഫംഗ്ഷൻസിലൊക്കെ അവിടെ ഇംഗ്ലീഷിലാണ് പറയും. പക്ഷെ ആ കുട്ടി അതിൻ്റെ അർത്ഥം ശരിക്കും ഉൾക്കൊണ്ട് എത്ര ക്ലിയർ ആയിട്ടാണ് ആ കുട്ടി അത് പ്രൊണൗൺസ് ചെയ്ത കാര്യങ്ങൾ. ഒരുപക്ഷെ നമുക്ക് കാണാതെ പഠിപ്പിച്ചു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്ത് പഠിപ്പിച്ചാലും അങ്ങനെ പറയണ്ടേ. അതേ സമയത്ത് ആ കുട്ടിക്ക് എന്ത് ചെയ്തു വെച്ചാലും 5 വയസ്സായ ആ കുട്ടിക്ക് എന്ത് ചെയ്യണങ്ങൾ പിന്നെ ഖുർആൻ ഖത്തം തീർത്തതിന്റെ അവാർഡ് കൊടുത്തു. 5 വയസ്സിന്റെ ഉള്ളിൽ ഖുർആൻ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ ഓതി തീർത്തു. 5-ാമത്തെ വയസ്സിൽ. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇന്നിപ്പോ നമ്മളെ പള്ളിക്കുന്ന ഒരു കുട്ടി, ഓനിപ്പോ എത്ര വയസ്സുണ്ടാവും? ഒരു 7-8 വയസ്സുണ്ടാവും. ഓതാ ഖുർആൻ മുഴുവൻ ഹാഫിലായി. ഞാൻ പറഞ്ഞ നമ്മൾ ബോധപൂർവം നമ്മുടെ കുട്ടികളിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാന ചോദ്യമാണ്. അവർ ഭക്ഷണം കഴിക്കുന്നത്, ഉറങ്ങുന്നത്, സംസാരിക്കുന്നത്, മുതിർന്നവരോട് പെരുമാറുന്നത്, അവരുടെ ഭാഷ, അവരുടെ ഖുർആൻ പാരായണം, ഖുർആൻ മനപ്പാഠം, ഇതൊക്കെ എന്താ പറയുക, നമ്മൾ വാപ്പാരുമാരും മെനക്കെട്ടാ മാത്രമേ നടക്കുള്ളൂ, അല്ലാതെ നടക്കൂല. എനിക്ക് തോന്നുന്നത് നരകത്തിലേക്ക് പോകുന്ന ബഹുഭൂരിപക്ഷത്തിന്റെയും കാരണം അവരുടെ മാതാപിതാക്കളാണ്. അപ്പൊ അത് പറയാൻ പറ്റുമോ എന്നൊരു പക്ഷെ നിങ്ങൾ എന്നോട് ചോദിക്കും. പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റുക? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. ഈ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, നിങ്ങളുടെ കുടുംബത്തിൽ നരകത്തിൽ രക്ഷപ്പെടുത്തണം. അപ്പൊ കുടുംബത്തെ, ഞാൻ നരകത്തിൽ പോയാൽ ആർക്കാ ഉത്തരവാദിത്തം? ഇരിക്കല്ലേ ഉത്തരവാദിത്തം. അപ്പൊ കുടുംബത്തെ എന്താ, എന്റെ നരകത്തെ രക്ഷപ്പെടുത്തുന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട്, എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്ന ഉത്തരവാദിത്വം എനിക്കുണ്ട്. ആയത്തിൽ അങ്ങനല്ലേ? അപ്പോ നരകത്തിൽ പോകുന്നവരുടെ കാര്യത്തിലുള്ള ഒരു ഉത്തരവാദിത്വം വാപ്പാക്കും ഉമ്മാക്കും ഉണ്ട്. അത് സംശയമൊന്നുമില്ല, മനസ്സിലായില്ലേ? പക്ഷെ അതിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു സ്ത്രീ കഴിഞ്ഞൊരു ദിവസം തറാവീഹ് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വയസ്സായൊരു സ്ത്രീ അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണം. പറഞ്ഞോളൂ. എനിക്ക് 5 മക്കളാണ്. ഒരാൺകുട്ടിയാണ്, ഓൻ സൗദിയിലാണ്, ഓൻ അവിടെ നല്ല ജോലിയും നല്ല കുട്ടിയാണ്, ഓ നല്ല നിസ്കാരമൊക്കെ ഉള്ള കുട്ടിയാണ്. പക്ഷെ എനിക്ക് 4 പെൺകുട്ടികളുണ്ട്. ഓരൊക്കെ വലിയ വലിയ ഡിഗ്രിയിലുള്ള ആൾക്കാരാണ്. അതായത് 2 ആൾക്കാർ PG കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുത്ത വലിയ പിന്നെ പ്രൊഫസർമാരാണ്. എന്നിട്ട് ഈ 4 ആളും ഓലെ ഭർത്താക്കന്മാരും നിരീശ്വരവാദികളാണ്. അവർ ഓല എങ്ങനെ നിസ്കരിക്കൂല, ദീനിനോട് ഒരു ബന്ധമില്ല. എന്താ കാട്ടുന്ന ചോദിക്കണം. ഞാനൊരു ഉമ്മ നിലയ്ക്ക് പറയണവർ ആ 4 മക്കളും ഒരു ഡോക്ടറേറ്റ് ഒക്കെ എടുക്കണ വരെ പഠിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ ഉമ്മ, അല്ലേ? ആ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ പെൺകുട്ടികളെ ഭാഗത്ത്. ഞാൻ ചെറുപ്പത്തിൽ ഒരു സ്കൂൾക്ക് പോണ സമയത്ത് ഓർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും കൊടുക്കാനുള്ള കഷ്ടപ്പാടല്ല ഞാൻ പറഞ്ഞത്. അതിലുപരി ഇവർക്ക് മക്കളും കുട്ടികളുമായിട്ട് അവരെ കോളേജിൽ ഓലെ പറഞ്ഞയക്കണമെങ്കിൽ ഈ കുട്ടികളെ ആര് നോക്കണം?
ഈ ഉമ്മ നോക്കണ്ടേ? അങ്ങനെ 4 മക്കളെയും ഉന്നതമായ ബിരുദങ്ങളിലേക്ക് എത്തിച്ച ആ ഉമ്മ പറയാണ്, ഓരോ 4 ആളും ഇസ്ലാമിനെതിരാണ്, ഓരോ 4 ആളെ ഭർത്താക്കന്മാർ ഇസ്ലാമിനെതിരാണ്. അപ്പൊ ഞാൻ പറയാ, ഒരു PG കഴിയുക, അത് കഴിഞ്ഞിട്ട് 5 കൊല്ലം റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് വാങ്ങി ജോലി വാങ്ങുന്നത് വരെ അവർക്ക് വേണ്ട എല്ലാം ഈ വിദ്യാഭ്യാസമില്ലാത്ത ഉമ്മ ചെയ്തു കൊടുത്തു. എന്നിട്ടിപ്പോ ആ ഉമ്മ എന്നോട് പറയാണ്, അതൊന്നും ഓൾക്ക് വേണ്ടിയിരുന്നില്ല, ഓല് നിസ്കരിക്കണോലായാ മതിയായിരുന്നു. ഇപ്പോഴാ പറയണത്, നിസ്കരിച്ചാൽ മതിയെന്ന്. ഒരു ലെക്ചറും പ്രൊഫസറും ഒന്നും ആയിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല എന്ന്. ഇപ്പൊ സഹോദരിമാരെ, നമ്മൾ വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മളെ മക്കൾ ഉയർന്ന വിദ്യാഭ്യാസം കിട്ടിയത്, അവർ ഡോക്ടർമാരായത്, അവർ എഞ്ചിനീയർമാരായത്. അങ്ങനെ നമ്മൾ വിചാരിച്ചോ അവർ നിസ്കരിക്കുന്നവരാവാൻ, അവർ ദീനുള്ളവരാവാൻ? അങ്ങനെ തന്നെ നമ്മൾ വിചാരിച്ചോ? അതിനെവിടുക്കാൻ നമ്മൾ ട്യൂഷന് പറഞ്ഞയച്ചത്? അതിനെവിടുക്കാൻ നമ്മൾ ഓൾക്ക് ക്ലാസ് കൊടുത്തത്? അതിനെന്താ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നത്? ഇപ്പൊ ഈ മദ്രസന്റെ സംവിധാനങ്ങൾ, ഈ സ്കൂൾ ഓഫ് ഖുർആൻ, അതേപോലെ തന്നെ ഈ പ്രീ സ്കൂള്, ഇതൊക്കെ എന്താ, ഇതിനൊക്കെ പോയാൽ ടീച്ചർമാര് പഠിപ്പിക്കലിലേറെ ഇമ്മാര് പഠിപ്പിക്കുന്നുണ്ട്. ടീച്ചർമാര് പഠിപ്പിക്കണിലേറെ ഇമ്മാര് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പഠിപ്പിച്ചാലേ എന്ത് ചെയ്യുള്ളൂ, ശരിയാവുള്ളൂ. അപ്പൊ നമ്മളെ ഖുർആനോത്ത് നേരാകണം, നമ്മൾ ഓരോ ഖുർആൻ പഠിപ്പിക്കണം, ദീനിയായ ക്ലാസ്സുകളിൽ എത്തിക്കണം, അങ്ങനത്തെ ക്ലാസ്സുകൾക്ക് സംവിധാനം ഉണ്ടാക്കണം. നമ്മുടെ ഇവിടേക്ക് എന്താ വെച്ചാൽ, നിങ്ങൾ ഇവിടേക്കുള്ള ഈ ഒരു 15 16 വയസ്സായ പെൺകുട്ടികളെ, വിവാഹം കഴിയാത്ത പെൺകുട്ടികളെ മാത്രം വിളിച്ച് കൊണ്ടുവന്നിട്ട് ഓൾക്കൊരു ദിവസം ഒരു വീടിനോ അല്ലെങ്കിൽ പള്ളിയിൽ എവിടെയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, അവർക്ക് ശരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ശരിക്ക് പറഞ്ഞു കൊടുക്കുക വേണം, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. എന്താ അറിയൂ, ഇന്ന് അപകടത്തിൽപ്പെടാത്ത ഒരു പെൺകുട്ടി ഉണ്ടാകൂല എന്ന് ഞാൻ പറയണത് വെറുതെ അല്ല. ഇന്നലെ എന്താ വെച്ചാൽ ഒരു ആള് ഫേസ്ബുക്കിലിട്ടിന്, ഒരു ബസ് സ്റ്റാൻഡിൽ ഒരാണും ഒരു പെണ്ണും, രണ്ടും 2 മതസ്ഥരാണ്. 2 മതസ്ഥർ ഒരു പരസ്യമായ ഒരു ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് ചെയ്യുന്ന ചില ക്രിയകൾ അതൊരാൾ ഫോട്ടോ എടുത്തിട്ട് ഇട്ടിരിക്കുകയാണ്. നിങ്ങളുടെ മകൾ നഷ്ടപ്പെടും മുമ്പ് നോക്കിക്കോളിയും എന്ന് പറഞ്ഞിട്ടാണ് അതിലിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പറയണമെന്ന് വെച്ചാൽ, ആ പെണ്ണും തമ്മിൽ എന്താണ് ഒരു ബന്ധമുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ ചുറ്റുപാടിലുണ്ട്. നിങ്ങളുടെ കുട്ടി ഒരു 5ാം ക്ലാസ്സിൽ സ്കൂളിലാണെങ്കിൽ പോലും അവളേറ്റൊരു പ്രേമം ഉണ്ടാക്കാൻ റെഡിയായ ആൺകുട്ടി 5ാം ക്ലാസ്സിൽ അവളുടെ ക്ലാസ് റൂമിലുണ്ട്. ഇനി ഒരു കാര്യങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചോളി, ഒരാണും പെണ്ണും തമ്മിൽ ഒരു സ്നേഹവും സൗഹൃദവും ഉണ്ടായാൽ അത് പിന്നെ അവസാനിക്കൂല. അത് പിന്നെ അവസാനിക്കൂല എന്ന് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കൂല. കാരണം ആ പ്രേമം ഉണ്ടാവുന്നത് അവർ തമ്മിൽ ഒന്നാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഓരോ നിമിഷങ്ങളിലും അവർ തമ്മിലുള്ള ആ സ്നേഹം വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കും. പിന്നെ അവർക്ക് ഒപ്പം ജീവിക്കണം. ഒപ്പം ജീവിക്കാൻ പറ്റൂലെങ്കിലോ ചിലപ്പോൾ മരിക്കാൻ തീരുമാനിക്കും. എല്ലാവർക്കും ഒപ്പം ജീവിക്കാൻ പറ്റിക്കോണമെന്നില്ല. അതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞ അയൽവാസികൾ, രണ്ടും കുട്ടികളും മക്കളൊക്കെ ഉള്ള 2 വീട്ടുകാരാണ്, അവിടുത്തെ ആണും ഇവിടുത്തെ വീട്ടിലത്തെ പെണ്ണും തമ്മിൽ സ്നേഹമായി. 2 ആൾക്കും 3 കുട്ടികളുണ്ട്, രണ്ടും 2 മതസ്ഥരാണ്. ഓൾക്കൊന്നും ജീവിക്കാൻ പറ്റൂല. ഓല് ഗുരുവായൂർ അമ്പലത്തിന്റെ അവിടെ റൂം എടുത്തിട്ട് എന്ത് ചെയ്തു വെച്ചാൽ 2 ആളും തൂങ്ങി മരിച്ച്, 2 ആളെ കുട്ടികളും അനാഥര. എന്തിനാ തൂങ്ങി മരിക്കണേ? ഓൾക്ക് ഒന്നിച്ച് ജീവിക്കണം, അതിന് പറ്റൂല. പറ്റാത്തപ്പോ പിന്നെന്താ മാർഗം? മരിക്കുക. എന്നോട് മരിക്കാൻ തീരുമാനിച്ചത്. ശരി, എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിനി വന്നിട്ട് പറഞ്ഞു, എൻ്റെ സുഹൃത്തിന് ഭയങ്കര ഡിപ്രഷനാണ്. അപ്പൊ അവന് എല്ലാ ചികിത്സയും കൊടുക്കുന്നുണ്ട്, അവനും നല്ല ഒരു എഞ്ചിനീയറൊക്കെയാണ്. അപ്പൊ അവന്റെ വീട്ടുകാർക്കൊന്നും ഇത് വല്ലാതെ അറിയില്ല, ഓന് മാനസികാണെങ്കിലൊക്കെ മരുന്ന് കൊടുക്കുന്നുണ്ട്, എനിക്കും എൻ്റെ എല്ലാ കഥകളും അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടോട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഓന് മാനസിക വരാൻ കാര്യം? അതെന്താ നിനക്ക് അറിയില്ല, പക്ഷെ ഓൻ എന്നോട് ഇങ്ങനെ ഒക്കെ പറഞ്ഞങ്ങാട്ടാണ് ഇപ്പൊ ഇങ്ങനെ നിലനിന്ന് പോണത്, അല്ലെങ്കിൽ ഓൻ എന്നോ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പൊ ആ പരിപാടിക്കോ വന്നിക്കണം, അപ്പൊ കാണുന്ന നിലക്ക് വന്നതാണ്. അപ്പൊ ഞാനത് ഈ പരിപാടിന്റെ ഒരു 10 മിനിറ്റ് മുന്നേ അവനെ വിളിച്ച് ഞാൻ സംസാരിച്ചു. അപ്പൊ എനിക്ക് ഉറപ്പാണ് ഓൻ 21 വയസ്സാണ്. 21 വയസ്സുള്ള ഒരുത്തന്, നല്ല ജോലിയും ഡിഗ്രിയും ഒക്കെ ഉള്ള ഒരുത്തന്, വീട്ടിലൊരു പ്രശ്നമില്ലാത്ത ഒരുത്തന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരണമെങ്കിൽ ഓനൊരു പ്രേമ നൈരാശ്യമുണ്ട് എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കണക്ക് കൂട്ടി. അപ്പൊ ഇവൻ അതിനോടൊന്നും പറയാൻ തയ്യാറല്ല. ഞാൻ അങ്ങനെ ചോദിച്ച് വന്നപ്പോ അവൻ എന്നോട് പറഞ്ഞു, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പൊ അവള് തൽക്കാലപ്പോ എന്ത് ചെയ്യണം, വേറെ വിവാഹം കഴിക്കാന്നാണ് തീരുമാനിച്ചത്. എനിക്ക് അവളെ ഒഴിവാക്കുന്നതിന് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്നാലും
എന്തോ ഒരു ഞാൻ ചോദിച്ചു വന്നപ്പോൾ അതിന് അവൻ്റെ ഡിപ്രഷനാണ്, അവനത് ആരോടും പറയണില്ല എന്ന് പറഞ്ഞാൽ അത് അത്രയും തീവ്രമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു അന്യ സ്ത്രീയുമായി അന്യ ആൺകുട്ടിയുമായി ബന്ധമുണ്ടാക്കില്ലെന്ന് പറയാൻ നമുക്ക് എന്തുറപ്പാണുള്ളത്? നമുക്ക് ഉറപ്പുണ്ടാകാൻ ഒറ്റ മാർഗമുള്ളൂ, ഓലെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ബോധ്യപ്പെട്ട ഒരാണും അതിന് പോവില്ല, ബോധ്യപ്പെട്ട ഒരു പെണ്ണും അതിന് പോവില്ല. അപ്പൊ നമ്മളിങ്ങനെ കുട്ടികൾ നന്നായിക്കോന്ന് വിചാരിച്ച് ജീവിക്കില്ല, ഒരർത്ഥമില്ല. പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ ഈ യുക്തിവാദം, ഈ നിരീശ്വരത്വം, ഇതൊക്കെ എന്താ പറയുക, എത്രയും പെട്ടെന്ന് നമ്മളെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം എത്രയോ ഉമ്മാര് വിളിച്ചിട്ട് പറഞ്ഞു എന്റെ മോൻ ഇങ്ങനെ ചോദിക്കണു, ഞാൻ എന്താ ചെയ്യാന്ന് ഇങ്ങനെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കാത്ത കുറെ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള നല്ല അവസരങ്ങളും സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് വളരെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മക്കൾ നരകത്തിൽ പോയാൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്തു, അവരെ നരകത്തിൽ രക്ഷപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്തു എന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ആ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകണം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച്, ഇവിടെ ഇങ്ങനെ ഈ വിശാലമായ മഹല്ലുകൾക്കിടയിൽ ഈ വട്ടത്തൂരിനെ പോലെ ഒരു പള്ളി ഉണ്ടായതിൽ എന്തപ്പോ നമുക്ക് അതിന് നേട്ടം? ഇപ്പൊ തുടക്കത്തിലൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നു ഇവിടെ നല്ല ഐക്യത്തിൽ പോകണോടത്ത് ഒരു ഭിന്നിപ്പുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണോ, ദീനനുസരിച്ച് ദീനിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ പ്രയോജനങ്ങൾ കിട്ടാനുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കിട്ടാനും വാങ്ങിത്തരാനും നമുക്ക് വേറെ ഒരു സംവിധാനം ഉണ്ടായാലേ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് കേൾക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? ഒരു പള്ളി ഇവിടെ ഉണ്ടായതുകൊണ്ടാണ്. മലയാളത്തിൽ ഒരു ഫുട്ബോൾ കേൾക്കാൻ പറ്റുന്നതുകൊണ്ടാണ്, ഒരു പള്ളി ഉണ്ടായതുകൊണ്ടാണ്. ഒരു പള്ളിയിൽ ഇങ്ങനെ കയറി ഇരുന്നിട്ട് ആണുങ്ങളെ ബാക്കിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇരുന്ന പോലെ ആണുങ്ങളെ ബാക്കിൽ ഇരുന്നിട്ട് ഒരു ക്ലാസ് ഇങ്ങനെ കേൾക്കാൻ ഒരു പെണ്ണിന് വട്ടത്തൂര് പറ്റണമെങ്കിൽ ഈ പള്ളി ഇല്ലാതെ പറ്റൂ? ആലോചിച്ചൊക്കെ നിങ്ങൾ. ഇത് ദീനിന്റെ കാര്യങ്ങൾ, നിങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ ക്ലാസ്സും സംസാരങ്ങളും ഒക്കെ അവർക്ക് കിട്ടണമെങ്കിൽ ഇതുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഒരു വലിയൊരു ഉസ്താദ്, അയാൾ ഇപ്പൊ അടുത്ത കാലത്ത് മുജാഹിദായി, അയാൾ എന്ത് ചെയ്യും, അയാൾ പള്ളിക്ക് കഴിഞ്ഞ് വെള്ളിച്ച് ജുമായൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അയാളിപ്പോ ഒരു പാൻറ്റും കുപ്പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്ന് നമുക്ക് മനസ്സിലാവില്ല. അയാൾ ഡിഗ്രി ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ അന്തം വിട്ടു പോകണ ഡിഗ്രിയാണ്. അപ്പൊ അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞ്, പിന്നെ നിങ്ങൾ എന്താണ് ഈ പള്ളിക്ക് കയറിനോടത്ത് വുളൂവിന്റെ ദുആ എന്താണ് എഴുതി വെക്കാത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, ഞങ്ങൾ ആൾക്കാരെന്ന് പറഞ്ഞാല് ഈ വുളൂവിന്റെ ദുആ എന്നറിയാത്ത ഒരാളും എന്തുണ്ടാവൂല, നമ്മളെ കൂട്ടത്തിൽ നമ്മളെ പള്ളിക്ക് വരുന്ന കൂട്ടത്തിൽ ഉണ്ടാവൂല. അപ്പൊ അദ്ദേഹം എന്നോട് പറയാണ്, എന്താ വെച്ചാൽ ഞങ്ങളൊന്നും ഒരു ദുആയും ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ല. അപ്പൊ ഇവരൊക്കെ മദ്രസ പഠിച്ചിട്ടില്ലെന്ന് ആലോചിച്ചു. ഇപ്പൊ ഉറങ്ങുമ്പോൾ ഉണരുമ്പോൾ ദുആ. അപ്പൊ ഇതുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ദുആ അല്ലാത്തോലാന്ന് പറയണത്, ഇതുകൊണ്ടായിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അടിസ്ഥാനപരമായ ആ കാര്യത്തിൽ പോയി അദ്ദേഹം എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഞാൻ അതൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് എന്താ, എനിക്കിപ്പോ ആകപ്പാടാണ് കൺഫ്യൂഷൻ അയക്കാണ്. കാരണം ഞാൻ വലിയ കാര്യമായി വിചാരിച്ചതൊക്കെ തെറ്റാണ്, ശരി നേരെ എതിരാണ്. അപ്പൊ ശരിയും തെറ്റും ഏതാന്ന് ഓരോ വിഷയത്തിലേക്ക് ഒരാൾ പറഞ്ഞു തരണം, അല്ലെങ്കിൽ എനിക്ക് എന്റെ ആശയക്കുഴപ്പം തീരൂല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ് ഇത് കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ അവസരമുണ്ടായതെന്ന് നമ്മൾ ചിന്തിക്കണം. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിച്ച് പറയണില്ല. ഞാൻ ഇതുവരെ പറഞ്ഞത് നമുക്ക് കുറെ സൈക്കിൾ ഉണ്ട്, ഇതൊക്കെ നമുക്ക് അള്ളാഹു പരലോകത്തിൽ തരാൻ കാത്തിരിക്കുന്ന കാര്യം. അത് കിട്ടണമെങ്കിൽ നമുക്ക് തൗഹീദ് വേണം, നമ്മൾ സുന്നത്തനുസരിച്ച് പോകണം, നമ്മൾ അതിനനുസരിച്ച് നമ്മളെ കുടുംബത്തെ നമ്മളോടൊപ്പം നിർത്തി മുന്നോട്ട് പോകാൻ നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. നമ്മുടെ എല്ലാ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഭാര്യ, പെണ്ണുങ്ങളെ ഭാര്യയാണെങ്കിലും ഇപ്പോഴും ഈ പള്ളിക്ക് വരുമ്പോൾ ഭാര്യനെ കൊണ്ടുവരാത്ത ആൾക്കാരുണ്ടാവും, ഭർത്താവിനെ കൊണ്ടുവരാത്ത ആൾക്കാരുണ്ടാവും. നമ്മൾ വളരെ സ്നേഹത്തോടുകൂടെ പറഞ്ഞ് അവരെയൊക്കെ ദീനിയായി ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു പരിശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് മാറാൻ പറ്റും, ഞാനതാ തുടക്കത്തിൽ പറഞ്ഞു, നമുക്ക് മാറാൻ പറ്റും, മാറാൻ ഒരു പ്രശ്നമല്ല. കാരണം ഞാൻ എനിക്ക് സാധാരണ ചോദിക്കൽ എന്താ വെച്ചാൽ, പിന്നെ ഇപ്പൊ ഒരാളൊരു ബിസിനസ് നടത്തി, അയാൾക്കൊരു 10 കോടി രൂപ പോയി എന്ന് വിചാരിച്ചു തുടങ്ങി. പിന്നെ അയാൾ വേറൊരു ബിസിനസ് തുടങ്ങി, അപ്പൊ അയാൾക്ക് ഭയങ്കര ലാഭം കിട്ടി, ഒരു 100 കോടിയൊക്കെ കിട്ടി. അങ്ങനെ 100 കോടി കിട്ടിയാലും ഈ പോയ 10 കോടി കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? അത് പറ്റൂല. കാരണം അത് പുതിയ കച്ചവടം ചെയ്ത് കിട്ടിയ ലാഭമാണ്, പോയത് തന്നെ. അപ്പൊ ചില ആൾക്കാർ പറയും എനിക്കതൊക്കെ തിരിച്ചു കിട്ടി, അത് തിരിച്ചു കിട്ടൂല, കാരണം അത് പോയി. ഇനി പുതിയ കച്ചവടം ചെയ്തിട്ടുള്ള പൈസ കിട്ടും. ദീനിന്റെ കാര്യത്തിൽ എന്താ, നിങ്ങൾ ഇപ്പൊ ഒരു 60ാമത്തെ വയസ്സിൽ നല്ലൊരു മുസ്ലിം ആയാൽ അല്ലെങ്കിൽ നല്ലൊരു മുഅ്മിനായാൽ നിങ്ങൾ 60 കൊല്ലം തിരിച്ചു കിട്ടും. അതാ ഇസ്ലാം. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസന, അന്നത്തെ തിന്മകളൊക്കെ നന്മകളാക്കി തരും. അതുകൊണ്ട് ഇന്നലെ നേരായാൽ
വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സ്വാലിഹൻ സുമ്മ ഇഹ്തദ. ഞാനൊക്കെ പുറത്തു കൊടുക്കും. അള്ളാന്റെ പേരിന്റെ ഗഫാർ എന്നാണ്. എല്ലാം അത്യധികമായി പുറത്തു കൊടുക്കണമെന്നാണ് പഠിച്ചു. അവിടെ സുഹൃത്തുക്കൾ ഒന്നും ബാക്കി വെക്കണ്ട. റമദാനല്ലേ, ഞമ്മക്കറിയാം നമ്മളെ തെറ്റൊക്കെ, അതൊന്നും നീ കൊണ്ടിടക്കണ്ട. അതൊക്കെ ഇനി കൊണ്ടിരുന്നല്ലോ. ഈ റമദാനിക്കൊന്നും മാറിയില്ലെങ്കിൽ മരിക്കുമ്പോൾ അതിന്റെ നമ്മൾ പോവുള്ളൂ. ഇനി തിരുത്താത്തതൊന്നും ജീവിതത്തിൽ നിന്ന് പോകൂല. അവിടെ കണ്ണടക്കേണ്ട മുന്നേ അതൊക്കെ തിരുത്തുക. അതൊക്കെ ഈ റമദാനിക്ക് ഒഴിവാക്കുക. നമ്മൾ ഈ റമദാനിൽ ശീലിച്ച പുതിയ നന്മകളൊക്കെ നമ്മൾ തുടരുക. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത അതിവിശാലമായ സ്വർഗം, അവിടെ നമ്മളെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. ഈശത്തും റാദിയത്താണ്, സംതൃപ്തകരമായ ജീവിതമാണ്. അതിലുപരി നരകത്ത് നിന്ന് രക്ഷപ്പെടുന്നത് കുല്ലമാ അറാദു അയ്യഹ്റുജു മിൻഹ, ഓടിപ്പോകാൻ പുറത്തേക്ക് ഓടുമ്പോൾ അതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന നരകത്ത് നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്വർഗം കിട്ടാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുവാണ്. നമ്മുടെ കുടുംബത്തെ ഒന്നിച്ച് നമ്മളോടൊപ്പം നിർത്തി നന്മക്ക് വേണ്ടി ജീവിച്ച് തെറ്റിനെതിരെ പ്രവർത്തിച്ച് അതിന്റെ പേരിൽ വരുന്ന എല്ലാം സഹിച്ച് എല്ലാം പരലോകത്തിൽ പ്രതിഫലം ആഗ്രഹിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ പള്ളിയും ഈ സ്ഥാപനങ്ങളൊക്കെ നമുക്കുണ്ടാകാൻ വേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടൊക്കെ പരിശ്രമിച്ച ആളുകൾക്ക് വളരെ വലിയ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ ഈ ഒരു സ്ഥലം നമുക്ക് നൽകി, അതേപോലെ തന്നെ ഈ പള്ളിയും എല്ലാം നമുക്ക് നൽകി, അതൊക്കെ നാളെ പരലോകത്ത് എന്തെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹിച്ച് കൊടുത്തതിന് അവിടുന്ന് അള്ളാഹു അത് കബൂൾ ചെയ്യുവാനാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സ്വല്ലി അലാ